പ്രൈസ് ദ ലോർഡ്. അരോമ ടി വിയുടെ മാന്യ പ്രേക്ഷകർക്ക് വേഗം വരുന്ന കർത്താവായ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ വന്ദനത്തെയും സ്വാഗതത്തെയും അറിയിക്കുന്നു. വീണ്ടും ഒരുമിച്ച് ഒരു പ്രാവശ്യം കൂടി പ്രേക്ഷകരോടൊപ്പം ആയിരിക്കുന്നതിൽ ഞങ്ങൾക്ക് വളരെ സന്തോഷമുണ്ട്. വ്യത്യസ്തമായ ജീവിതത്തിലെ അനുഭവങ്ങളുമായി ഓരോ ദിവസവും പ്രിയപ്പെട്ടവരുടെ സാക്ഷ്യങ്ങൾ, ജീവിതാനുഭവങ്ങൾ, ദൈവം നടത്തിയ വഴികളൊക്കെ പങ്കുവയ്ക്കുന്നതിൽ ഞങ്ങൾക്ക് വളരെ സന്തോഷം. അത് ഓരോ കേൾവിക്കാർക്കും വളരെ പ്രചോദനവും അനുഗ്രഹവുമായി തീർന്നുകൊണ്ടിരിക്കുന്നുവെന്ന് അറിയുന്നതിൽ ഞങ്ങൾക്ക് വളരെ സന്തോഷമുണ്ട്. അരോമ ടി വിയുടെ ഹിന്ദി, അതുപോലെ ഇംഗ്ലീഷ്, മലയാളം 3 സാക്ഷ്യ ചാനലുകൾ നിലവിലുണ്ട്. അതിലൊക്കെയും വ്യത്യസ്തമായ ജീവിതാനുഭവ സാക്ഷ്യങ്ങളാണ് ഈ ദിവസങ്ങളിൽ പങ്കുവെച്ചുകൊണ്ടിരിക്കുന്നത്. അത് ഒരുപാട് പേരുടെ ജീവിതത്തിൽ അനുഗ്രഹമായി തീരുവാൻ ദൈവം സഹായിച്ചുകൊണ്ടിരിക്കുന്നു. ഇന്ന് നമ്മുടെ ക്ഷണം സ്വീകരിച്ച് നമ്മോടൊപ്പം ജോയിൻ ചെയ്തിരിക്കുന്നത് വാത്സല്യ സഹോദരൻ സാജു മാത്യു ആണ്. പരിമലയിൽ നിന്നും പ്രിയ സഹോദരന് തൻ്റെ ജീവിതാനുഭവം പങ്കുവയ്ക്കാൻ നമ്മോടൊപ്പം നമ്മൾ ക്ഷണം സ്വീകരിച്ച് ജോയിൻ ചെയ്തിട്ടുണ്ട്. പ്രിയ സഹോദരന് ജന്മനാ തന്നെ തൻ്റെ അരയ്ക്ക് താഴെ സ്വാധീനമില്ലാത്തവനായിട്ടാണ് ഈ ഭൂമിയിൽ ജനിക്കുവാനിടയായി തീർന്നത്. വളരെയേറെ പരിമിതികളുടെ നടുവിലൂടെയാണ് പ്രിയ മകനെ തൻ്റെ ജീവിതം നയിക്കുന്നത്. ആ പരിമിതികളുടെയൊക്കെ നടുവിലും അത്ഭുതകരമായ ദൈവീയ ഇടപെടലുകളെ അനുഭവിച്ചറിഞ്ഞ് കർത്താവിന് വേണ്ടി സാക്ഷ്യം വഹിപ്പാൻ പ്രിയ മകനെ ദൈവം സഹായിച്ചുകൊണ്ടിരിക്കുന്നു. പ്രിയ സാജുവിൻ്റെ സാക്ഷ്യം അരോമ ടി വിയുടെ പ്രേക്ഷകർക്ക് ഒരു അനുഗ്രഹമായി തീരുമെന്ന് തന്നെയാണ് ഞാൻ പൂർണ്ണമായി വിശ്വസിക്കുന്നത്. ആകയാൽ നമുക്ക് അവർക്ക് ശ്രദ്ധയോടെ പ്രാർത്ഥനയോടെ സ്കിപ്പ് ചെയ്യാതെ അവസാനം വരെ കാണുകയും കേൾക്കുകയും ചെയ്യാം. നാം എല്ലാവരും പ്രാർത്ഥനയോടെ ആയിരിക്കുമ്പോൾ പ്രിയ സാജു മാത്യുവിനെ തികഞ്ഞ സ്നേഹത്തോടും ആദരവോടും കൂടി അരോമ ടി വിയുടെ പ്രേക്ഷകരോടൊപ്പം സമയം ചെലവഴിക്കുന്നതിന് ഞങ്ങൾ സ്വാഗതം ചെയ്തോളും. പ്രൈസ് ലോർഡ്. പ്രൈസ് ദി ലോർഡ്. ദൈവനാമത്തിന് മഹത്വം ഉണ്ടാവട്ടെ. ക്രിസ്തുവിനുള്ള സാക്ഷ്യ നിമിത്തമായിട്ട് നിങ്ങളുടെ മുമ്പാകെ ആയിരിക്കാൻ വന്യവനായ ദൈവം നൽകിയ ഈ നല്ല അവസരത്തെ ഓർത്ത് ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുകയാണ്. ആദ്യം തന്നെ എന്നെ ഈ ചാനലിലേക്ക് സാക്ഷ്യം പറയാൻ ക്ഷണിച്ച പ്രിയ ദൈവദാസിന് ദൈവനാമത്തിലുള്ള നന്ദി ഞാൻ പ്രാരംഭമായി അറിയിക്കുകയാണ്. എൻ്റെ പേര് സാജു മാത്യു, സ്വദേശം പരിമലയാണ്. ഇന്ന് ദൈവം അയക്കുന്ന സഭകളിലൊക്കെയും പോയി ദൈവത്തിന്റെ മാറ്റമില്ലാത്ത വചനം ശുശ്രൂഷിപ്പാൻ ദൈവം എനിക്ക് കൃപ ചെയ്യുന്നു. അല്പസമയം എൻ്റെ സാക്ഷ്യം നിങ്ങളുമായി ഷെയർ ചെയ്യാനാണ് ദൈവകൃപയിൽ ഞാൻ ശരണപ്പെടുന്നത്. ഞാൻ ജനിച്ചപ്പോഴേ പല ശാരീരിക ബുദ്ധിമുട്ടുകളോടെയാണ് ഞാൻ ജനിച്ചത്. അതായത് അര മുതൽ താഴേക്ക് തളർന്നവനായിട്ടാണ് ഞാൻ ജനിച്ചത്. മാത്രമല്ല, ജനിച്ചപ്പോൾ തന്നെ എനിക്ക് തലവീക്കം എന്ന് പറയുന്ന അവസ്ഥയോടെയാണ് ഞാൻ ജനിക്കുവാൻ ഇടയായി തീർന്നത്. കൂടാതെ എൻ്റെ പുറകിൽ അവസാനത്തെ കശേരികളോട് ചേർന്ന് തക്കാളി വലുപ്പത്തിൽ ഒരു മുഴയുണ്ടായിരുന്നു. അതിൽ വെള്ളം കെട്ടിക്കിടക്കുന്ന ഒരു അവസ്ഥയായിരുന്നു ഉണ്ടായത്. മാത്രമല്ല, അവിടുത്തെ തൊലി നമ്മുടെ തോൽമുട്ട എപ്രകാരമാണോ അതുപോലെ സോഫ്റ്റായ സ്കിന്നായിരുന്നു അവിടെ ഉണ്ടായിരുന്നത്. ഇത്രയും ശാരീരിക ക്ലേശങ്ങളോടെയാണ് ഞാൻ ജനിക്കുവാൻ ഇടയായി തീർന്നത്. തിരുവല്ല മെഡിക്കൽ മിഷൻ ഹോസ്പിറ്റലിലാണ് ഞാൻ ജനിച്ചത്. കോട്ടയം മെഡിക്കൽ കോളേജിലാണ് എൻ്റെ തുടർ ചികിത്സകളൊക്കെയും നടക്കുവാൻ ഇടയായി തീർന്നത്. ഇത്രയും ശാരീരിക ബുദ്ധിമുട്ടുകളോടെയാണ് ഞാൻ ജനിച്ചത് കൊണ്ട് തന്നെ എൻ്റെ ജനന സമയത്ത് ഡോക്ടർമാർ പ്രധാനമായി 3 വിധികൾ എന്നെക്കുറിച്ച് പറയുവാൻ ഇടയായി തീർന്നു. അതായത്, ഞാൻ ജനിച്ച് 3 ദിവസത്തിനകം ഞാൻ മരിച്ചു പോകുമെന്ന് ഡോക്ടർമാർ എന്നെക്കുറിച്ച് വിധി എഴുതുവാൻ ഇടയായി തീർന്നു. മാത്രമല്ല, ഞാനൊരു മന്ദബുദ്ധിയാകുമെന്ന് ഡോക്ടർമാർ എന്നെക്കുറിച്ച് 2ാമത് വിധി എഴുതുവാൻ ഇടയായി തീർന്നു. 3ാമതായി, ഞാനൊരു ബെഡ് പേഷ്യന്റ് ആയി തീരുമെന്ന് ഡോക്ടർമാർ എന്നെക്കുറിച്ച് വിധി എഴുതുവാൻ ഇടയായി തീർന്നു. എന്നാൽ പ്രിയമുള്ള ദൈവമക്കളെ, ചികിത്സിച്ച ഡോക്ടർ എഴുതിയ വിധിയെ സൃഷ്ടിച്ച ദൈവം മാറ്റി എഴുതുവാൻ ഇടയായി തീർന്നു. ഹല്ലേലൂയ. ആദ്യമായി തന്നെ ഞാൻ ജനിച്ച് 3 ദിവസത്തിനകം ഞാൻ മരിച്ചു പോകുമെന്ന് ഡോക്ടർമാർ വിധി എഴുതി എന്ന് ഞാൻ നിങ്ങളോട് ഓർപ്പിച്ചുവല്ലോ. എന്നാൽ ചികിത്സിച്ച ദൈവം എഴുതിയ വിധിയെ ഞാൻ നിങ്ങളോട് പറഞ്ഞ പോലെ സൃഷ്ടിച്ച ദൈവം മാറ്റി എഴുതുവാൻ ഇടയായി തീർന്നു. ഞാൻ 3 ദിവസത്തിനകം മരിച്ചു പോകുമെന്ന് ഡോക്ടർമാർ വിധി എഴുതിയ സ്ഥാനത്ത് ഇത്രയും ആയുസ്സോടെ, ആരോഗ്യത്തോടെ, ബലത്തോടെ നിങ്ങളുടെ മുമ്പിലായിരിക്കാൻ ദൈവം കൃപ ചെയ്ത് ഓർത്ത് ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ഇത് ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യുമ്പോൾ ഞാൻ ഓർക്കുന്നത്, മോശ ജനിച്ച സമയത്ത് തന്നെ അവനെ നദിയിലിട്ട് അവനെ തകർത്ത് കളയുവാൻ തക്കവണ്ണം ശത്രു അവന് വിരോധമായി പോരാടി. എങ്കിലും മോശയുടെ പ്രാണനെ
ദൈവം സൂക്ഷിച്ചതുപോലെ ഹല്ലേലൂയ ഹല്ലേലൂയ എന്റെ പ്രാണനും ഒരു ദോഷവും വരാതെ ദൈവം സൂക്ഷിപ്പാൻ ഇടയായി തീർന്നു. രണ്ടാമതായി, ഞാനൊരു മന്ദബുദ്ധിയായി തീരുമെന്ന് ഡോക്ടർമാർ വിധി എഴുതിയ സ്ഥാനത്ത് +2 കഴിഞ്ഞ് ഉപരിപഠനം ചെയ്യുവാനും ദൈവം എനിക്ക് കൃപ ചെയ്തു. ഹല്ലേലൂയ. പ്രിയമുള്ള ദൈവ പൈതലെ, വൈദ്യശാസ്ത്രം നിനക്കെഴുതിയ വിധികളെ മാറ്റി എഴുതി നിന്നെ ഒരു അത്ഭുതമാക്കുവാൻ കഴിവുള്ളവനാണ് ഞാൻ സേവിക്കുന്ന ദൈവമെന്ന് എന്റെ അനുഭവത്തിന്റെ വെളിച്ചത്തിൽ ഞാൻ നിങ്ങളോട് പറയുവാൻ ആഗ്രഹിക്കുകയാണ്. മൂന്നാമതായി, ഞാനൊരു ബെഡ് പേഷ്യന്റ് ആകുമെന്ന് ഡോക്ടർമാർ വിധി എഴുതിയിരുന്നു എന്ന് ഞാൻ നിങ്ങളെ ഓർപ്പിച്ചുവല്ലോ. എന്നാൽ ഇപ്പോഴും അരയ്ക്ക് താഴേക്ക് തളർന്ന അവസ്ഥയിലാണ് ഞാൻ ആയിരിക്കുന്നതെങ്കിലും ഇന്ന് ദൈവം അയക്കുന്ന സഭകളിൽ അവരുടെ ക്ഷണം സ്വീകരിച്ചു പോയി ഹല്ലേലൂയ തനിയെ ഓട്ടോ പിടിച്ചുപോയി ദൈവത്തിന്റെ മാറ്റമില്ലാത്ത വചനം ശുശ്രൂഷിപ്പാൻ ദൈവം എനിക്ക് ഈ ദിവസങ്ങളിൽ കൃപ ചെയ്യുന്നത് ഓർത്ത് ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുകയാണ്. ഡോക്ടർമാർ എന്നെക്കുറിച്ച് അപ്രകാരം ഒരു വിധി എഴുതിയപ്പോൾ ഒരുപക്ഷെ ഞാൻ മറ്റുള്ളവർക്ക് ഒരു ഭാരമാകുമെന്നൊക്കെ ലോകം എന്നെക്കുറിച്ച് ഒരുപക്ഷെ ചിന്തിച്ചിട്ടുണ്ടായിരുന്നേക്കാം. എന്നാൽ ഹല്ലേലൂയ, ഇന്ന് അനേക വ്യക്തി ജീവിതങ്ങൾക്ക് ഒരു അനുഗ്രഹമാകുവാൻ ദൈവം എന്നെ ഉപയോഗിക്കുന്നത് ഓർത്ത് ഞാൻ ഈ അവസരത്തിൽ ദൈവത്തിന് സ്തോത്രം കരയറ്റുകയാണ്. പ്രിയമുള്ള ദൈവമക്കളെ, ഞാൻ നിങ്ങളോടൊരു കാര്യം പറയട്ടെ. മനുഷ്യർ എഴുതിയ വിധികളെ മാറ്റി എഴുതുന്നവനാണ് ഹല്ലേലൂയ ഞാൻ സേവിക്കുന്ന ദൈവം. ഹല്ലേലൂയ. തിരുവെഴുത്ത് നാം പഠിക്കുമ്പോൾ ഇപ്രകാരം നമുക്ക് കാണുവാൻ കഴിയുന്നു. എബ്ബേസിന്റെ ജീവിതത്തെ കുറിച്ച്. എബ്ബേസിന്റെ ജനന സമയത്ത് ഹല്ലേലൂയ ഞാൻ അവനെ ദുഃഖത്തോടെ പ്രസവിച്ചു എന്ന് പറഞ്ഞ് അവന്റെ അമ്മ ഹല്ലേലൂയ നൊന്ത് പ്രസവിച്ച അമ്മ തന്നെ അവന് ദുഃഖപുത്രൻ എന്ന അർത്ഥമുള്ള എബ്ബേസ് എന്ന പേരിടുവാൻ ഇടയായി തീർന്നു. എന്നാൽ അവൻ ദൈവമുഖത്തേക്ക് നോക്കുവാൻ തയ്യാറായപ്പോൾ അവന്റെ പേരിൽ ഒരു പട്ടണം തന്നെ അറിയപ്പെടത്തക്കവണ്ണം ദൈവം അവനെ മാനിപ്പാൻ ഇടയായി തീർന്നു. ദൈവത്തിന് സ്തോത്രം. ആ ദൈവം നിനക്ക് വേണ്ടിയും ഹല്ലേലൂയ അത്ഭുതം പ്രവർത്തിപ്പാൻ, നിന്നെ ഒരു അത്ഭുതമാക്കുവാൻ കഴിവുള്ളവനാണെന്ന് ഹല്ലേലൂയ ഈ പ്രാരംഭത്തിൽ തന്നെ ഞാൻ എൻ്റെ അനുഭവത്തിന്റെ വെളിച്ചത്തിൽ നിങ്ങളെ ഓർപ്പിക്കുവാൻ ആഗ്രഹിക്കുകയാണ്. ദൈവത്തിന് സ്തോത്രം. ഞാൻ ഇപ്രകാരം ജനിച്ചത് കൊണ്ട് തന്നെ എന്റെ ചികിത്സ സംബന്ധിച്ച് 2 കാര്യങ്ങളാണ് ഡോക്ടർമാർ പറഞ്ഞിരുന്നത്. ഒന്നാമത്, തല ഷഡ് ചെയ്യണമെന്ന് പറയുവാൻ ഇടയായി തീർന്നു. രണ്ടാമതായി, പുറകിലുള്ള ആ മുഴ അത് ഓപ്പറേഷൻ ചെയ്ത് കളയണമെന്ന് ഡോക്ടർമാർ പറയുവാൻ ഇടയായി തീർന്നു. എന്നാൽ തല ഷഡ് ചെയ്ത അനേകം കുട്ടികൾ ആ ദിവസങ്ങളിൽ മരിക്കുന്നത് കാണുവാൻ ഇടയായി തീർന്ന എൻ്റെ മാതാപിതാക്കൾ എൻ്റെ തല ഷഡ് ചെയ്യുവാൻ അനുവദിച്ചില്ല. എൻ്റെ മാതാപിതാക്കൾ ദൈവം അവനെ സൗഖ്യമാക്കുമെന്ന് വിശ്വാസത്തോടെ പറഞ്ഞ് ഞങ്ങൾ ഭവനത്തിലേക്ക് മടങ്ങി വരുവാൻ ഇടയായി തീർന്നു. അങ്ങനെ ഞങ്ങൾ ഭവനത്തിലായിരിക്കുമ്പോൾ എൻ്റെ മാതാപിതാക്കൾ എനിക്ക് വേണ്ടി വിശ്വാസത്തോടെ പ്രാർത്ഥിച്ചു. അത്ഭുതം എന്ന് പറയട്ടെ ദൈവമക്കളെ, ദൈവം എൻ്റെ തലയെ സൗഖ്യമാക്കുവാൻ ഇടയായി തീർന്നു. ഹല്ലേലൂയ. ദൈവത്തിന് ഒരു കാര്യവും അസാധ്യമല്ലോ. താൻ ഇന്നും അത്ഭുതങ്ങളെ പ്രവർത്തിക്കുന്ന ദൈവമത്രേ. എനിക്ക് 1 മാസം പ്രായമുള്ളപ്പോൾ എൻ്റെ തല ഏകദേശം 52 സെന്റിമീറ്റർ ഉണ്ടായിരുന്നു. അന്നത്തെ തലയാണ് എനിക്ക് ഇപ്പോഴും എന്ന് എൻ്റെ മാതാവ് ഇടയ്ക്കിടയ്ക്ക് എന്നോട് പറയാറുണ്ട്. അങ്ങനെ തലയുടെ വിഷയത്തിൽ ദൈവം എനിക്ക് വേണ്ടി അത്ഭുതം പ്രവർത്തിച്ചു. എന്നാൽ പുറകിലുണ്ടായിരുന്ന ആ മുഴ നിമിത്തം ഞാൻ ഒത്തിരി കഷ്ടം അനുഭവിച്ചു. ആ ദിവസങ്ങളിലൊന്നും എനിക്ക് ഉറങ്ങുവാനേ കഴിയുമായിരുന്നില്ല. ഞാൻ എപ്പോഴും കരച്ചിലാണെന്നാണ് എൻ്റെ മാതാവിനോട് പറഞ്ഞു തന്നിട്ടുള്ളത്. മാത്രമല്ല, ഞാൻ കരയുമ്പോൾ പുറകിൽ ആ വെള്ളം കെട്ടിക്കിടന്നിരുന്ന ഭാഗം വീർത്തു വരുന്ന അവസ്ഥയൊക്കെ ഉണ്ടായിരുന്നു. അതുപോലെ പുറകിൽ ആ മുഴ വെള്ളം കെട്ടി കിടന്ന നിമിത്തമായിട്ട് എനിക്ക് മലന്ന് കിടക്കാൻ കഴിയുമായിരുന്നില്ല. ഒന്നെങ്കിൽ വശങ്ങളിലേക്കോ അല്ലെങ്കിൽ കമന്നോ മാത്രമേ എനിക്ക് കിടക്കുവാൻ കഴിയുമായിരുന്നുള്ളൂ. ദൈവത്തിന് സ്തോത്രം. അങ്ങനെ പുറകിലുള്ള ആ മുഴ ഓപ്പറേഷൻ ചെയ്യുവാൻ എൻ്റെ വീട്ടുകാർ തീരുമാനിച്ചു. എന്നാൽ ഇതിനിടയിൽ ഒരു ദിവസം ആ മുഴ പോലെ വെള്ളം കെട്ടിക്കിടന്നിരുന്ന അവിടുത്തെ തൊലി പൊട്ടി ആ വെള്ളം പുറത്തേക്ക് വരുവാൻ ഇടയായി തീർന്നു. അതിനാൽ ഞങ്ങൾ ആശുപത്രിയിലേക്ക് കടന്നു ചെന്ന അവസരത്തിൽ മുറിവ് ഉണങ്ങിയിട്ട് അത് ഓപ്പറേഷൻ ചെയ്യാമെന്ന് ഡോക്ടർമാർ പറഞ്ഞ് മുറിവ് ഹീലാവാനുള്ള മരുന്നുകൾ മാത്രം നൽകി ഞങ്ങളെ ഭവനത്തിലേക്ക് അയപ്പാൻ ഇടയായി തീർന്നു. ഇങ്ങനെ ആ മുഴ പൊട്ടി പുറത്തേക്ക് വെള്ളം വരുന്നത് നിമിത്തമായിട്ട് ഇൻഫെക്ഷൻ ഉണ്ടാവുകയും മരണത്തോട് മല്ലടിക്കുന്ന അവസ്ഥയൊക്കെ എൻ്റെ ജീവിതത്തിൽ കടന്നു വന്നു. എന്നാൽ എൻ്റെ പ്രാണന് ഒരു ദോഷവും വരാതെ ദൈവം എന്നെ 2ാം തവണയും അത്ഭുതകരമായി സൂക്ഷിപ്പാൻ ഇടയായി തീർന്നു. ദൈവത്തിന് സ്തോത്രം. തിരുവെഴുത്ത് പറയുന്നത് പോലെ മരണത്തിൽ നിന്നുള്ള നീക്കുപോക്കൾ യഹോവയ്ക്കുള്ളവ. ദൈവത്തിന് സ്തോത്രം. പ്രിയമുള്ള ദൈവമക്കളെ, ദൈവത്തിന് പദ്ധതിയുള്ള ഒരു വ്യക്തിയാണോ നീ? നിന്റെ പ്രാണന് വിരോധമായി ശത്രു
എത്രയൊക്കെ പൊരുതിയാലും നിന്റെ പ്രാണനൊരു ദോഷവും വരുത്തുവാൻ ദൈവം അനുവദിക്കുകയില്ലെന്ന് എൻ്റെ അനുഭവത്തിന്റെ വെളിച്ചത്തിൽ എനിക്ക് നിങ്ങളോട് പറയുവാൻ കഴിയും. ദൈവത്തിന് സ്തോത്രം. ഇപ്രകാരം ശാരീരിക അവസ്ഥകൾ ഉള്ളത് കൊണ്ട് തന്നെ എന്നെ കുളിപ്പിക്കാനൊന്നും കഴിയുമായിരുന്നില്ല. സ്പിരിറ്റ് തുളച്ചെടുക്കുക മാത്രമാണ് ചെയ്തിരുന്നത്. അങ്ങനെ ഞങ്ങൾ ഭവനത്തിലായിരിക്കുമ്പോൾ ഒരു ഞായറാഴ്ച രാവിലെ റേഡിയോയിലൂടെ യാക്കോബിൻ വല്ലഭന്റെ ഭുജബലത്താൽ വിടുതലുണ്ട് വിടുതലുണ്ട് എന്ന ഗാനം കേൾപ്പാൻ ഇടയായി തീർന്നു. ആ പാട്ട് കേട്ടപ്പോൾ ദൈവാത്മ പ്രേരിതയായി എൻ്റെ മാതാവ് എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. പ്രിയമുള്ള ദൈവമക്കളെ, അത്ഭുതമെന്ന് പറയട്ടെ, തൊലി പൊട്ടി പുറത്തേക്ക് വെള്ളം വന്നിരുന്ന ആ ഭാഗത്ത് ദൈവം സൗഖ്യമയക്കുവാൻ ഇടയായി തീർന്നു. ഹല്ലേലൂയ. അങ്ങനെ ആ മുറിവ് സൗഖ്യമായി. മാത്രമല്ല, മറ്റൊരു അത്ഭുതം കൂടി ദൈവം എനിക്ക് വേണ്ടി ചെയ്തു. തോൽമുട്ട പോലെ ഉണ്ടായിരുന്ന അവിടുത്തെ തൊലി, നമ്മുടെ കൈവെള്ളയിലെ തൊലി എത്രത്തോളം കട്ടിയുള്ളതാണോ അതുപോലെ കട്ടിയുള്ള സ്കിൻ ദൈവം അവിടെ തരുവാൻ ഇടയായി തീർന്നു. ഹല്ലേലൂയ. ഇങ്ങനെ നിരവധിയായ അത്ഭുതങ്ങൾ ദൈവം എൻ്റെ ജീവിതത്തിൽ ഉടനീളം ചെയ്തിട്ടുണ്ട്. തിരുവെഴുത്ത് വായിക്കുമ്പോൾ നമുക്ക് ഇപ്രകാരം കാണുവാൻ സാധിക്കും. എന്നാൽ ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക്, നിർണയപ്രകാരം വിളിക്കപ്പെട്ടവർക്ക് തന്നെ സകലവും നന്മയ്ക്കായി കൂടി വ്യാപരിക്കുന്നു എന്ന് നാം അറിയുന്നു എന്ന്. ഹല്ലേലൂയ. ദൈവത്തിന് സ്തോത്രം. ഈ തിരുവെഴുത്ത് പോലെ എൻ്റെ ജീവിതത്തിൽ ഞാൻ കടന്നുപോയ എല്ലാ കഷ്ടതയുടെ അനുഭവങ്ങളെയും എനിക്ക് അനുഗ്രഹമാക്കി മാറ്റിയവനാണ് ഞാൻ സേവിക്കുന്ന ദൈവം. ഹല്ലേലൂയ. പ്രിയമുള്ള ദൈവമക്കളെ, ഒരു പക്ഷേ ഇന്ന് നിങ്ങൾ കഷ്ടതയുടെ അവസ്ഥയിലൂടെ ആയിരിക്കാം കടന്നു പോകുന്നത്. എന്നാൽ നിങ്ങൾ കടന്നു പോകുന്ന ആ കഷ്ടതയുടെ അവസ്ഥയിൽ അനുഗ്രഹമാക്കി മാറ്റുവാൻ കഴിവുള്ളവനാണ് ഞാൻ സേവിക്കുന്ന ദൈവമെന്ന് എൻ്റെ അനുഭവത്തിൽ എനിക്ക് പറയുവാൻ കഴിയും. ദൈവത്തിന് സ്തോത്രം. അങ്ങനെ ഞങ്ങൾ വീണ്ടും ആശുപത്രിയിലേക്ക് പോയി ആ മുഴ ഓപ്പറേഷൻ ചെയ്ത് കളയുവാൻ ഇടയായി തീർന്നു. അത് കഴിഞ്ഞ അനന്തരം ഞങ്ങൾ സ്വഭവനത്തിലേക്ക് മടങ്ങി വന്നു. എനിക്ക് ഏകദേശം 4 മാസം പ്രായമായപ്പോൾ ഞങ്ങളുടെ ചർച്ചിൽ ഒരു കൺവെൻഷൻ നടത്താൻ ഇടയായി തീർന്നു. ഞങ്ങൾ മേരിക്കോവിന്റെ ചർച്ചിലെ മെമ്പേഴ്സാണ്. എനിക്ക് ഇത്രയും ശാരീരിക ബുദ്ധിമുട്ടുകൾ ഉള്ളത് കൊണ്ട് തന്നെ അന്ന് എൻ്റെ മാതാവ് എന്നെയും കൊണ്ട് ഏറ്റവും പുറകിൽ ഇരുന്നു കൊണ്ടാണ് ആ മീറ്റിങ്ങിൽ പങ്കെടുത്തത്. അപ്പോൾ എന്നെക്കുറിച്ചുള്ള പ്രവചന ശബ്ദം അന്ന് ശുശ്രൂഷയ്ക്കായി കടന്നു വന്ന ദൈവദാസനിലൂടെ ദൈവത്തിന്റെ ആത്മാവ് ഇപ്രകാരം സംസാരിച്ചു. ഹാഗാറിനെ പോലെ കുട്ടിയുടെ മരണം കാണാൻ വയ്യ എന്ന് പറഞ്ഞ് കുറുംകാട്ടിൽ എറിയപ്പെട്ട വ്യക്തിയെ മോശയെ പോലെ ഞാൻ നിനക്ക് തിരികെ തന്നിരിക്കുന്നു എന്ന്. ഹല്ലേലൂയ. ദൈവത്തിന് സ്തോത്രം. ഇത് പ്രവചിച്ച പാസ്റ്റർക്ക് ഞങ്ങളെ അറിഞ്ഞുകൂടാ. ഞങ്ങളെ അദ്ദേഹത്തിന് കാണാൻ കഴിയാത്ത വിധം ഞങ്ങൾ പുറകിൽ ഇരുന്നു കൊണ്ടാണ് ആ മീറ്റിംഗിൽ പങ്കെടുത്തത്. എങ്കിലും ദൈവത്തിനൊന്നും മറവല്ലല്ലോ. ദൈവത്തിന് സ്തോത്രം. അങ്ങനെ കേട്ട ആ ദൂത് എൻ്റെ മാതാപിതാക്കൾക്ക് ഒത്തിരി ആശ്വാസമായിരുന്നു. കാരണം ഞാൻ ജനിച്ച് 3 ദിവസത്തിനുള്ളിൽ ഞാൻ മരിച്ചു പോകുമെന്നാണ് എല്ലാവരും കരുതിയിരുന്നത്. തുടർന്നുള്ള ചികിത്സാ സമയത്തും മരണം എൻ്റെ മുന്നിൽ കണ്ട നാളുകൾ ഉണ്ടായിട്ടുണ്ട്. അങ്ങനെ കേട്ട ആ പ്രവചന ശബ്ദം എൻ്റെ മാതാപിതാക്കൾക്ക് എത്രത്തോളം ആശ്വാസകരമായിരുന്നെന്ന് പ്രിയമുള്ള ദൈവമക്കളെ, നിങ്ങൾ ഒരു നിമിഷം ചിന്തിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാക്കുവാൻ കഴിയും. ദൈവത്തിന് സ്തോത്രം. കഷ്ടതയുടെ ദിനങ്ങൾ പിന്നെയും മുന്നോട്ട് പോകുവാൻ ഇടയായി തീർന്നു. എനിക്ക് 1 വയസ്സ് കഴിഞ്ഞപ്പോൾ ഞാൻ എഴുന്നേറ്റിരിക്കും, എന്നാൽ എനിക്ക് നടക്കുവാൻ കഴിയുമായിരുന്നില്ല. എന്നാൽ ആ സമയത്ത് ഞങ്ങൾ കോവൂർ ചർച്ചിലെ ഒരു ഭവനത്തിൽ കോട്ടേജ് മീറ്റിങ്ങിന് പോകുവാൻ ഇടയായി തീർന്നു. എനിക്ക് ഇത്രയും ശാരീരിക ബുദ്ധിമുട്ടുകൾ ഉള്ളത് കൊണ്ട് തന്നെ ആ ഭവനത്തിൽ മറ്റൊരു മുറിയിൽ ഇരുന്നു കൊണ്ടാണ് ഞങ്ങൾ അന്നത്തെ മീറ്റിംഗിൽ പങ്കെടുത്തത്. ഹല്ലേലൂയ. അപ്പോൾ അന്ന് ശുശ്രൂഷയ്ക്കായി കടന്നു വന്ന ദൈവദാസി തന്റെ ശുശ്രൂഷ വേളയിൽ ഇപ്രകാരം ദൈവാത്മ പ്രേരിതയായിട്ടൊരു ദൂത് വിളിച്ചു പറയുവാൻ ഇടയായി തീർന്നു. ഒരു മാതാവ് തളർന്ന ഒരു കുഞ്ഞിനെയും കൊണ്ട് ഈ മീറ്റിംഗിൽ കടന്നു വന്നിട്ടുണ്ട്. എന്നാൽ ഞാൻ അവന് മാൻപേടയ്ക്ക് തുല്യമായ കാലുകളെ കൊടുക്കുമെന്ന്. ദൈവത്തിന് സ്തോത്രം. ആ ദൈവദാസൻ ഞങ്ങളെ കണ്ടിട്ടില്ല. ഞങ്ങൾ മറ്റൊരു മുറിയിൽ ഇരുന്നു കൊണ്ടാണ് ആ മീറ്റിംഗിൽ പങ്കെടുത്തത്. എന്നാൽ ദൈവാത്മാവിൽ പ്രവചിച്ച ആ ദൂത് തക്ക സമയത്ത് നിവൃത്തിയാകുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അതിനായി പ്രാർത്ഥനയോടെ കാത്തിരിക്കുന്നു. പ്രിയമുള്ള ദൈവമക്കളെ, നമുക്കറിയാം ദൈവം നമുക്ക് തന്നിട്ടുള്ള വാക്ക് നിവർത്തിക്കായി നാം വിശ്വാസത്തോടെ കാത്തിരിക്കുക എന്ന് പറയുന്നത് വളരെ പ്രാധാന്യമുള്ള ഒരു കാര്യമാണ്. തിരുവഴുത്തിൽ നമുക്ക് ഇപ്രകാരം കാണുവാൻ സാധിക്കുന്നുവല്ലോ. ദർശനത്തിന് ഒരു അവധി വെച്ചിരിക്കുന്നു, അത് സമാപ്തിയിലേക്ക് ബന്ധപ്പെടുന്നു, സമയം തെറ്റുകയുമില്ല, അത് വൈകിയാലും അതിനായി കാത്തിരിക്കുക, അത് വരും നിശ്ചയം എന്ന. ദൈവത്തിന് സ്തോത്രം. അതായത് ദൈവം നമുക്കൊരു വാഗ്ദത്തം തന്നാൽ ദൈവത്തിന് അറിയാം അത് എപ്പോൾ നിവർത്തിക്കണമെന്നും എങ്ങനെ നിവർത്തിക്കണമെന്നും. ഹല്ലേലൂയ. അത് കേൾക്കുന്ന നമ്മുടെ ഉത്തരവാദിത്തമാണ് വിശ്വാസത്തോടെ അതിനായി കാത്തിരിക്കുക എന്നത്. ദൈവത്തിന് സ്തോത്രം. അതിനായി എന്നെ കേൾക്കുന്ന ഓരോ ദൈവമക്കൾക്കും ദൈവം കൃപ നൽകുമാറാകട്ടെ.
ഇങ്ങനെ ആഴ്ചകളും മാസങ്ങളും വർഷങ്ങളും മുന്നോട്ട് കടന്നു പോകുവാൻ ഇടയായി തീർന്നു. ഇതിനിടയിൽ പല ശാരീരിക അവസ്ഥകൾ എൻ്റെ ശരീരത്തിൽ പിന്നെയും ഉടലെടുക്കുവാൻ ഇടയായി തീർന്നു. എന്നാൽ അവയിൽ പലതിലും ദൈവം എനിക്ക് വിടുതലും തന്നു. എന്നാൽ ഇപ്പോഴും പല ശാരീരിക അവസ്ഥകളും എൻ്റെ ശരീരത്തെ ഒത്തിരി വേദനിപ്പിക്കാറുണ്ട്. എങ്കിലും എൻ്റെ കൃപ നിനക്കു മതി, എൻ്റെ ശക്തി ബലഹീനതയിൽ തികഞ്ഞു വരുന്നു എന്ന് പറഞ്ഞ ദൈവം കൃപ നൽകി ഓരോ ദിവസവും മുന്നോട്ട് നയിക്കുന്നത് ഓർത്ത് ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുകയാണ്. നാളിതുവരെ പല തവണ എൻ്റെ പ്രാണന് വിരോധമായി ശത്രു വെല്ലുവിളി ഉയർത്തി. എങ്കിലും ദൈവം അതിൽ നിന്നൊക്കെയും എന്നെ വിടുവിപ്പാൻ ഇടയായി തീർന്നു. ഞാൻ പറഞ്ഞുവല്ലോ, പല ശാരീരിക ബുദ്ധിമുട്ടുകളും മുതലേക്ക് താഴേക്ക് തറന്നവനാകൊണ്ട് എൻ്റെ ശരീരത്തിൽ ഞാൻ അനുഭവിക്കേണ്ടി വന്നിട്ടുണ്ട്. എന്നാൽ അതിൽ പലതിലും ദൈവം എനിക്ക് വിടുതലും തന്നിട്ടുണ്ട്. ദൈവം നൽകിയ അപ്രകാരം ഒരു വിടുതൽ ദൈവനാമ മഹത്വത്തിനായി നിങ്ങളുമായി ഷെയർ ചെയ്യുവാൻ ഈ അവസരത്തിൽ ഞാൻ ആഗ്രഹിക്കുകയാണ്. ഞാൻ മുതൽ താഴേക്ക് തറന്നത് ആയതുകൊണ്ട് തന്നെ അരയ്ക്ക് താഴേക്ക് ബ്ലഡ് സർക്കുലേഷൻ കുറവാണ്. അത് നിമിത്തം ഞാൻ ഒത്തിരി കഷ്ടം അനുഭവിച്ചിട്ടുണ്ട്. അതായത് കാലിന്റെ ഭാഗത്ത് ശരിയായ രീതിയിൽ സ്പർശനമില്ലാത്തത് കൊണ്ട് തന്നെ ശരിയായ രീതിയിൽ വേദന അറിയത്തില്ല. കാലിലൊരു മുറിവ് വന്നാൽ അത് ഉണ്ടായതായി അറിയാത്തത് കൊണ്ട് തന്നെ അത് ഇൻഫെക്ഷനായി മറ്റ് പനിയും മറ്റ് ശാരീരിക ബുദ്ധിമുട്ടുകളും ഉണ്ടാകുമ്പോഴായിരിക്കും നമുക്ക് ആ മുറിവ് വന്നതായി നമുക്ക് അറിയാൻ കഴിയുക. മാത്രമല്ല, അരയ്ക്ക് താഴേക്ക് ബ്ലഡ് സർക്കുലേഷൻ കുറവായതുകൊണ്ട് തന്നെ മുറിവുണ്ടായാൽ അത് ഹീലാവാൻ വർഷങ്ങളെടുക്കും. എനിക്ക് ആദ്യമായി ഒരു വീൽ ചെയർ ലഭിക്കുന്നത് ഞാൻ 7ാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴാണ്. അതുവരെ ഞാൻ മുട്ടിലിഴഞ്ഞാണ് ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് പോയിക്കൊണ്ടിരുന്നത്. ഇപ്രകാരം ഞാൻ മുട്ടിലിഴഞ്ഞ് ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് പോയത് നിമിത്തമായി ഒത്തിരി മുറിവുകൾ എൻ്റെ 2 കാലിലും ഉണ്ടാകുവാൻ ഇടയായി തീർന്നിട്ടുണ്ട്. അതിൽ എടുത്തു പറയേണ്ടത് എൻ്റെ 2 കാലിന്റെയും പത്തിയിലുണ്ടായ മുറിവുകളാണ്. ഇവ ഓർമ്മ വെച്ച നാള് മുതലേ എൻ്റെ കാലിലുണ്ട്. ഏകദേശം 20 വർഷത്തോളം എടുത്താണ് ആ മുറിവുകൾ പൂർണ്ണമായും സൗഖ്യമാകുവാൻ ഇടയായി തീർന്നത്. ഞാൻ പറഞ്ഞല്ലോ ദൈവമക്കളെ, സ്പർശനത്തിന്റെ പ്രശ്നം ഉള്ളത് കൊണ്ട് തന്നെ മുറിവുണ്ടാകുമ്പോൾ ഉണ്ടാകുന്ന സ്വാഭാവിക വേദന എനിക്ക് ഉണ്ടാവാറില്ല. എന്നാൽ ഈ മുറിവ് ഇൻഫെക്ഷനായി കഴിയുമ്പോൾ കാൽ വിങ്ങുന്നത് പോലെ അതികഠിനമായി വേദന അനുഭവിക്കുവാൻ ഇടയായിത്തീരും. ഇങ്ങനെ അനേക വർഷങ്ങൾ ഞാൻ കഷ്ടം അനുഭവിച്ചിട്ടുണ്ട്. എങ്കിലും ദൈവം അതിൽ നിന്നൊക്കെയും 2019 ആ വേദനയിൽ നിന്നൊക്കെയും എനിക്ക് വിടുതൽ തന്നു. ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. എനിക്ക് 6 വയസ്സായപ്പോൾ എന്നെ 1ാം ക്ലാസ് ചേർക്കുവാൻ ഇടയായി തീർന്നു. ഡിസബിൾ ആയവർക്ക് വേണ്ടിയിട്ടുള്ള സ്പെഷ്യൽ സ്കൂളിലല്ല, സാധാരണ സ്കൂളിൽ സാധാരണ കുട്ടികളോടൊപ്പം ചേർന്ന് പഠിക്കുവാൻ ദൈവം എനിക്ക് കൃപ ചെയ്തു. ഹല്ലേലൂയ. എന്നെ 1ാം ക്ലാസ്സിൽ ചേർത്ത ആ മാസം തന്നെ എൻ്റെ പിതാവ് തന്റെ വേല തികച്ച് നിത്യതയിൽ ചേർക്കപ്പെടുവാൻ ദൈവം കൃപ ചെയ്തു. എന്നെ 1ാം ക്ലാസ്സിൽ ചേർത്ത ആ മാസം തന്നെ എൻ്റെ പിതാവ് തന്റെ വേല തികച്ച് നിത്യതയിൽ ചേർക്കപ്പെടുവാൻ ഇടയായി. ബൈബിൾ കോളേജിൽ പഠിച്ചനന്തരം IPC സഭയുമായി ബന്ധപ്പെട്ട് പ്രവർത്തിച്ചു കൊണ്ടിരിക്കുമ്പോഴാണ് എൻ്റെ പിതാവ് നിത്യതയിൽ ചേർക്കപ്പെട്ടത്. എങ്കിലും സ്വർഗസ്വനായ പിതാവ് നല്ല പിതാവായി എന്നോട് കൂടെയിരുന്നു. എൻ്റെ എല്ലാ ആവശ്യങ്ങൾക്കും താൻ ഇന്നയോളം മതിയായിരുന്നായിരുന്നു. ഹല്ലേലൂയ. ഒരു പക്ഷേ പിതാവില്ലാത്ത ദുഃഖം അനുഭവിക്കുന്ന ദൈവമക്കൾ എന്നെ ഈ വീഡിയോയിൽ കൂടെ കാണുന്നുണ്ടാവാം. ഹല്ലേലൂയ. പ്രിയമുള്ള ദൈവമക്കളെ, എനിക്ക് നിങ്ങളോട് ഒന്നേ പറയാനുള്ളൂ. ലോകപ്രകാരം നോക്കിയാൽ ഒരു പിതാവില്ല എങ്കിലും സ്വർഗസ്ഥനായ പിതാവ് നല്ല പിതാവായി നിങ്ങളോട് കൂടെയുണ്ട്. നിങ്ങളുടെ എല്ലാ ആവശ്യങ്ങൾക്കും താൻ മതിയായവനാണെന്ന് എൻ്റെ അനുഭവത്തിന്റെ വെളിച്ചത്തിൽ ഞാൻ നിങ്ങളോട് പറയുവാൻ ആഗ്രഹിക്കുകയാണ്. ദൈവത്തിന് സ്തോത്രം. എൻ്റെ പിതാവിന്റെ മരണശേഷം എൻ്റെ അമ്മയുടെ പിതാവ് ഞങ്ങളെ പരിമലയിലേക്ക് കൊണ്ടുവന്നു. എൻ്റെ പിതാവിന്റെ മരണശേഷം എൻ്റെ മാതാവിനെ ദൈവം കൃപാവരങ്ങളാൽ നിറച്ചു. അന്ന് മുതൽ എൻ്റെ മാതാവിനെ ശുശ്രൂഷയിൽ എൻ്റെ ദൈവം ശക്തമായി ഉപയോഗിക്കുന്നത് ഓർത്ത് ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുകയാണ്. വിവാഹത്തിന് മുമ്പ് തന്നെ എൻ്റെ മാതാവ് ബൈബിൾ കോളേജിൽ പഠിച്ച അനന്തരമാണ് വിവാഹസ്ഥയാകുവാൻ ഇടയായി തീർന്നത്. എൻ്റെ പിതാവിന്റെ മരണശേഷം ഞങ്ങൾ പരിമലയിലേക്ക് വന്നുവെന്ന് ഞാൻ നിങ്ങളോട് സൂചിപ്പിച്ചുവല്ലോ. അങ്ങനെ എന്നെ ആദ്യമായി ചേർത്ത സ്കൂളിൽ ഏകദേശം 30 ദിവസം പഠിക്കുവാനാണ് എനിക്ക് ഭാഗ്യമുണ്ടായത്. പിന്നെ പരിമലയിൽ ഒരു സ്കൂളിൽ 4ാം ക്ലാസ് വരെ പഠിക്കുവാൻ ദൈവം എനിക്ക് ഭാഗ്യം നൽകി. എൻ്റെ പിതാവിന്റെ ഹെർക്കുലീസ് സൈക്കിളിൽ ഇരുത്തി തള്ളിക്കൊണ്ടു പോയാണ് എൻ്റെ മാതാവ് എന്നെ പഠിപ്പിച്ചുകൊണ്ടിരുന്നത്. കാരണം അത് നമുക്കറിയാം, അതിന് ക്രോസ് ബാർ ഉള്ളത് കൊണ്ട് അത് കയറിയിരുന്ന് ചവിട്ടുക എൻ്റെ മാതാവിന് ബുദ്ധിമുട്ടായിരുന്നു. അത് നിമിത്തമായിട്ട് അപ്രകാരം എന്നെ സൈക്കിളിൽ ഇരുത്തി തള്ളിക്കൊണ്ടു പോയാണ് എൻ്റെ മാതാവ് എന്നെ പഠിപ്പിച്ചിരുന്നത്. എന്നെ സ്കൂളിൽ പഠിപ്പിക്കുന്ന കാര്യം അതീവ ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമായിരുന്നു കൊണ്ട് എന്നെ 4ാം ക്ലാസ് വരെ പഠിപ്പിക്കാനേ എൻ്റെ മാതാവിന് പദ്ധതി ഉണ്ടായിരുന്നുള്ളൂ. കാരണം
എനിക്ക് ആ കാലഘട്ടത്തിലൊന്നും ഒരു വീൽ ചെയർ ഇല്ലാത്തത് കൊണ്ട് ആഹാരം കഴിക്കുന്നതിന് മുൻപും അതിന് ശേഷവും മറ്റും ഒരാളുടെ സഹായം എനിക്ക് ആവശ്യമായിരുന്നു. അങ്ങനെ എൻ്റെ മാതാവ് എന്നോട് പറഞ്ഞു, മോൻ എഴുത്തും വായനയൊക്കെ പഠിച്ചല്ലോ, അത് മതി, അമ്മയ്ക്ക് തുടർന്ന് മോനെ സ്കൂളിലേക്ക് കൊണ്ടുപോകാൻ വയ്യ എന്ന് പറയുവാനിടയായി തീർന്നു. അങ്ങനെ ആയിരിക്കുന്ന അവസരത്തില് എൻ്റെ ഒരു സുഹൃത്ത് അവന്റെ പിതാവിനോട് പറഞ്ഞു, സജീവനെ സ്കൂളിൽ വിടാൻ അവന്റെ അമ്മയോട് പറ, ഞാൻ അവന്റെ കാര്യങ്ങളൊക്കെ നോക്കിക്കൊള്ളാമെന്ന് എൻ്റെ സുഹൃത്ത് ഹല്ലേലൂയ അവന്റെ പിതാവിനോട് പറഞ്ഞു. അദ്ദേഹം അത് എൻ്റെ മാതാവിനോട് വന്ന് പറയുവാൻ ദൈവം കൃപ ചെയ്തു. അതിന്റെ പാസ്വേഡിന്റെ കൂടെ അദ്ദേഹം അത് എൻ്റെ മാതാവിനോട് വന്ന് പറയുവാൻ ഇടയായി തീർന്നു. അതിന്റെ ഫലമായി എൻ്റെ മാതാവ് എന്നെ തുടർന്ന് പഠിപ്പാൻ ദൈവം കൃപ ചെയ്തു. കാരണം ഞാൻ നിങ്ങളെ ഓർപ്പിച്ചുവല്ലോ, ഈ കാലഘട്ടങ്ങളിലൊന്നെയും പാസ്വേഡിന്റെ കൂടെ കാരണം ഞാൻ ഓർപ്പിച്ചുവല്ലോ, എനിക്ക് ആ കാലഘട്ടത്തിലൊന്നും ഒരു വീൽ ചെയർ ഇല്ലാത്തത് കൊണ്ട് ആഹാരം കഴിക്കുന്നതിന് മുൻപും അതിന് ശേഷവും ഹല്ലേലൂയ ഒരാളുടെ സഹായം എനിക്ക് ആവശ്യമായിരുന്നു. ഹല്ലേലൂയ അതിന്റെ ശേഷം ഹല്ലേലൂയ എൻ്റെ മാതാവ് ഒരു ലേഡി ബേർഡ് സൈക്കിൾ വാങ്ങി അത് ചവിട്ടാൻ പഠിച്ചു. അങ്ങനെ 5ാം ക്ലാസ് മുതൽ തുടർന്ന് പഠിക്കുവാൻ ദൈവം എനിക്ക് കൃപ ചെയ്തു. എൻ്റെ മാതാവിനേക്കാൾ അധികമായി എന്നെക്കുറിച്ച് ദൈവത്തിനൊരു പദ്ധതി ഉണ്ടായിരുന്നു ഓർത്ത് ഈ അവസരത്തിൽ ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുകയാണ്. പ്രിയമുള്ള ദൈവമക്കളെ, ഞാൻ നിങ്ങളോടൊരു കാര്യം പറയട്ടോ, നമ്മൾ കടന്നു പോകുന്ന അവസ്ഥകൾ ഹല്ലേലൂയ കണ്ടിട്ട് ഒരുപക്ഷെ നമ്മൾ പല കാര്യങ്ങൾക്കും ഒരു പരിധി വെച്ചിട്ടുണ്ടായിരുന്നേക്കാം. എന്നാൽ നിങ്ങളെക്കുറിച്ച് നിങ്ങൾ ചിന്തിക്കുന്നതിനേക്കാൾ അധികമായി ശ്രേഷ്ഠകരമായ പദ്ധതി ഉള്ളവനാണ് ജീവിക്കുന്ന ദൈവം. ആ ദൈവം നിനക്ക് വേണ്ടി തക്ക സമയത്ത് വൻ കാര്യങ്ങളെ ചെയ്യുമെന്ന് എൻ്റെ അനുഭവത്തോട് ചേർന്ന് ഞാൻ നിങ്ങളോട് ഈ അവസരത്തിൽ ഓർപ്പിക്കുവാൻ ആഗ്രഹിക്കുകയാണ്. കാരണം എൻ്റെ ജീവിതത്തിൽ ഓരോ മേഖലയിലും അത്രയധികം ദൈവിക കരുതലുകൾ കണ്ടവനാണ് ഞാൻ. ഹല്ലേലൂയ, ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ആ ദൈവം നിങ്ങൾക്ക് വേണ്ടിയും പ്രവർത്തിപ്പാൻ ശക്തനാണെന്ന് ഈ അവസരത്തിൽ ഞാൻ നിങ്ങളെ ഓർപ്പിക്കുവാൻ ആഗ്രഹിക്കുകയാണ്. ഹല്ലേലൂയ. അനന്തരമായി ഒരു 2 വീലർ വാങ്ങുവാൻ എൻ്റെ മാതാവിന് ദൈവം കൃപ ചെയ്തു. പിന്നീട് അതിലാണ് എൻ്റെ മാതാവിനെ സ്കൂളിലേക്ക് കൊണ്ടുപോയിക്കൊണ്ടിരുന്നത്. പലപ്പോഴും എൻ്റെ മാതാവ് ശുശ്രൂഷ കഴിഞ്ഞിട്ട് വരുവാൻ 4 മണി കഴിയും. നമുക്കറിയാം, സാധാരണ 4 മണിയാകുമ്പോൾ എല്ലാ സ്കൂളും വിടും. എന്നാൽ എൻ്റെ മാതാവ് വരുന്നത് വരെ എൻ്റെ 3 സുഹൃത്തുക്കൾ എൻ്റെ കൂടെ ഇരിക്കുമായിരുന്നു. എൻ്റെ മാതാവ് വന്ന ശേഷം മാത്രമേ അവർ സ്വഭവനങ്ങളിലേക്ക് മടങ്ങിപ്പോകത്തുള്ളായിരുന്നു. എൻ്റെ ഈ അവസ്ഥയിലും എന്നെ നന്നായി നോക്കാൻ 3 സുഹൃത്തുക്കളെ ദൈവം ഒരുക്കിയത് ഓർത്ത് ഈ അവസരത്തിൽ ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുകയാണ്. പ്രിയമുള്ള ദൈവമക്കളെ, നിന്റെ ജീവിതത്തിൽ ഒരു പ്രശ്നം നേരിടുന്നതിന് മുമ്പ് തന്നെ അതിനെ അതിജീവിപ്പാൻ ആവശ്യമായ വഴികളെ ഒരുക്കുന്നവനാണ്, അതിനാവശ്യമായ മുൻകരുതലുകളെ ഒരുക്കുന്നവനാണ് നീ സേവിക്കുന്ന ദൈവം. ഇവിടെ എൻ്റെ മാതാവിന് ശുശ്രൂഷയ്ക്ക് പോയിട്ട് കൃത്യം 4 മണിക്ക് തന്നെ വരാൻ കഴിയാത്തത് കൊണ്ട് എനിക്ക് വേണ്ടി 3 സുഹൃത്തുക്കളെ ദൈവം ഒരുക്കുവാൻ ഇടയായി തീർന്നു. തിരുവെഴുത്ത് നാം പഠിക്കുമ്പോൾ കിരീടത്തോട് പറ്റിയപ്പോൾ ഹല്ലേലൂയ ഏലിയാവിന് വേണ്ടി ദൈവം ഒരു സറായിഫാത്ത് ഒരുക്കിയതുപോലെ ഹല്ലേലൂയ ദൈവം എനിക്ക് വേണ്ടിയും പ്രവർത്തിപ്പാൻ ഇടയായി തീർന്നു. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. അതുവരെ ഞങ്ങൾ താമസിച്ചത് എൻ്റെ അമ്മയുടെ പിതാവിന്റെ ഭവനത്തിലാണ്. എന്നാൽ അദ്ദേഹത്തിന്റെ മരണശേഷം ഞങ്ങളുടെ ചർച്ചിൽ ഒരു അച്ചായൻ പാവപ്പെട്ടവർക്ക് ഒരു കോളനി പോലെ ഒരു കോമ്പൗണ്ടിൽ കുറച്ച് വീടുകൾ വെച്ചു കൊടുത്തിരുന്നു. അതിൽ പോയി പാർക്കാൻ ദൈവം അവസരങ്ങളെ ഒരുക്കി. അങ്ങനെ വീടുമാറ്റവുമായി ബന്ധപ്പെട്ട് മറ്റൊരു സ്കൂളിൽ ചേർന്ന് പഠിപ്പാൻ ദൈവം എനിക്ക് ഭാഗ്യം നൽകി. ആ കോളനിയിലെ ആ ഒരു വീടും ആർക്കും സ്വന്തമായി കൊടുക്കത്തില്ലായിരുന്നു. എന്നാൽ വാടക കൊടുക്കാതെ നമുക്ക് അവിടെ എത്ര നാൾ വേണേലും പാർക്കാമായിരുന്നു. അവിടെ ഏകദേശം 5 വർഷത്തോളം പാർക്കുവാൻ ദൈവം ഞങ്ങൾക്ക് കൃപ ചെയ്തു. ഞങ്ങൾ ആ കോളനിയിലായിരിക്കുന്ന അവസരത്തിൽ എൻ്റെ പ്രായത്തിലുള്ള കുട്ടികളൊക്കെ ഓടിച്ചാടി നടക്കുമ്പോൾ എനിക്ക് അങ്ങനെ അപ്രകാരം ചെയ്യുവാൻ കഴിയാത്തത് കൊണ്ട് ഞാൻ ഒത്തിരി വിഷമിച്ചു. ഇത് കണ്ട എൻ്റെ മാതാവ് എന്നോട് എന്ത് പറയണമെന്നറിയാതെ വിഷമിച്ച് പോയിട്ട് പ്രാർത്ഥിക്കുവാൻ ഇടയായി തീർന്നു. അപ്പോൾ ദൈവത്തിന്റെ ആത്മാവ് എൻ്റെ മാതാവിനോട് തിരുവെഴുത്തിലൂടെ ഇപ്രകാരം സംസാരിച്ചു: ജ്ഞാനികളെ ലജ്ജിപ്പിപ്പാൻ ദൈവം ലോകത്തിൽ ഭോഷത്വമായി തിരഞ്ഞെടുത്തു, ബലപ്പെടുത്തിനെ ലജ്ജിപ്പിപ്പാൻ ദൈവം ലോകത്തിൽ ബലഹീനമായി തിരഞ്ഞെടുത്തു, ഉള്ളതിനെ ഇല്ലായ്മയാക്കുവാൻ ദൈവം ലോകത്തിൽ കുലീനവും നികഷ്ടവും ഏതുമില്ലാത്തതും തിരഞ്ഞെടുത്തു എന്നുള്ള ആ തിരുവെഴുത്ത് എൻ്റെ മാതാവിനോട് ദൈവം സംസാരിപ്പാൻ ഇടയായി തീർന്നു. ഈ വചനത്തിലൂടെ ആ ചെറുപ്രായത്തിൽ എന്നെ ആത്മീകമായി ഉറപ്പിക്കുവാൻ, എന്നെ മാനസികമായി ബലപ്പെടുത്തുവാൻ, ധൈര്യപ്പെടുത്തുവാൻ എൻ്റെ മാതാവിന് ദൈവം കൃപ കൊടുത്തു. ദൈവത്തിന് സ്തോത്രം. ആ വചനം എൻ്റെ ജീവിതത്തിൽ ഒത്തിരി ആശ്വാസവും അനുഗ്രഹവുമായിരുന്നു. ദൈവത്തിന് സ്തോത്രം. ആ കാലഘട്ടം മുതൽക്കേ അനേക ദൈവദാസന്മാർ
ഞങ്ങളുടെ ഭവനത്തിലേക്ക് കടന്നു വരുമ്പോൾ ദൂത് പറയുന്നത് ഞാൻ ദൈവത്തിന്റെ ശുശ്രൂഷയ്ക്ക് വേണ്ടിയുള്ളവനാണെന്നാണ്. ഹല്ലേലൂയ. അതിനനുസരിച്ച് എന്നെ ആത്മീകമായി വളർത്തുവാൻ എന്റെ മാതാവിന് ദൈവം കൃപ കൊടുത്തതോർത്ത് ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുകയാണ്. എന്റെ മാതാവ് മീറ്റിംഗ് കഴിഞ്ഞ് പലപ്പോഴും കടന്നു വരുന്ന അവസരത്തിൽ ഭവനത്തിലേക്ക് കടന്നു വരുമ്പോൾ അനേകം മിഷണറിമാരുടെ പുസ്തകങ്ങൾ, ബുക്കുകൾ, എനിക്ക് ജീവചരിത്രമുള്ള ബുക്കുകൾ എനിക്ക് കൊണ്ടുതരുമായിരുന്നു. അതൊക്കെയും ദൈവത്തിന് വേണ്ടി പ്രയോജനപ്പെടാൻ എന്നെ പ്രചോദിപ്പിക്കുന്ന തരം ബുക്കുകളായിരുന്നു. ഹല്ലേലൂയ. അവയിൽ എന്നെ സ്വാധീനിച്ച ചില ബുക്കുകൾ അവരുടെ നിങ്ങൾക്കും പ്രയോജനപ്പെടും എന്നുള്ള ആ ചിന്തയിൽ ഞാൻ നിങ്ങളെ ഓർപ്പിക്കുവാൻ ആഗ്രഹിക്കുകയാണ്. ഒന്ന്, D.L. മൂഡിയുടെ ജീവചരിത്രം, അതുപോലെ തന്നെ ജോർജ് മുള്ളറിന്റെ ജീവചരിത്രം, വില്യം കെയറുടെ ജീവചരിത്രം, ഇങ്ങനെ നിരവധിയായ മിഷണറിമാരുടെ ജീവചരിത്രമുള്ള ബുക്കുകൾ, അതൊക്കെ എന്നെ ഒത്തിരി സ്വാധീനിച്ച ബുക്കുകളാണ്. ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ബിസിനസ്സുകാരനാകണം എന്ന് ആഗ്രഹിച്ച മൂഡിയെ മനുഷ്യനെ പിടിക്കുന്നതിനാക്കിയ ഒരു ദൈവത്തെ നമുക്ക് D.L. മൂഡിയുടെ ജീവചരിത്രത്തിൽ കാണുവാൻ കഴിയും. സാജു ജോൺ മാത്യു സാറിന്റെ ബുക്കാണ് ഞാൻ വായിച്ചത്. അദ്ദേഹം എഴുതിയ ആ ബുക്കിൽ ഇപ്രകാരം D.L. മൂഡിയെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. ഏകദേശം 20 ലക്ഷത്തോളം ആളുകളെ ദൈവത്തിന് വേണ്ടി നേടുവാൻ D.L. മൂഡിക്ക് കഴിഞ്ഞുവെന്ന് അദ്ദേഹത്തിന്റെ ബുക്കിൽ വായിപ്പാൻ ഇടയായി തീർന്നു. അതുപോലെ തന്നെ പ്രാർത്ഥനയിലൂടെ സകലവും സാധ്യമാണെന്ന് സ്വന്തം ജീവിതത്തിലൂടെ തെളിയിച്ച പ്രാർത്ഥനാവീരനായ ഒരു മനുഷ്യനാണ് ജോർജ് മുള്ളർ എന്ന് പറയുന്നത്. ഹല്ലേലൂയ. ദൈവത്തിന് വേണ്ടി സകലവും ത്യജിച്ച് തന്റെ കുടുംബം പോലും നഷ്ടപ്പെട്ട് ഇന്ത്യയിൽ ശുശ്രൂഷ ചെയ്ത മിഷണറിയായ ഒരു വ്യക്തിയാണ് വില്യം കേറി എന്ന് പറയുന്നത്. ഇതുപോലെയുള്ള ബുക്കുകൾ ഹല്ലേലൂയ നമ്മൾ വായിക്കുന്നത് നമ്മുടെ ആത്മീക ജീവിതത്തിന് ഏറെ ഗുണം ചെയ്യുമെന്ന്, ഹല്ലേലൂയ ദൈവത്തിന് വേണ്ടി ശക്തമായി ശോഭിപ്പാൻ നമുക്ക് ഹല്ലേലൂയ കഴിയുമെന്ന് നമ്മളെ പ്രചോദിപ്പിക്കുന്നതാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അതുകൊണ്ട് ഈ ബുക്കുകൾ ഹല്ലേലൂയ ഞാൻ ഈ ദിവസത്തിൽ ഓർക്കുകയാണ്. ദൈവത്തിന് സ്തോത്രം. എന്റെ വിദ്യാഭ്യാസ കാലഘട്ടത്തിലൊക്കെയും ശ്രേഷ്ഠകരമായ വിജയം ദൈവം എനിക്ക് തന്നു. എന്റെ 7ാം ക്ലാസ് മുതൽക്ക് തന്നെ എന്റെ മാതാവിനോട് ചേർന്ന് ഉപവസിച്ച് പ്രാർത്ഥിക്കുന്ന ഒരു സ്വഭാവം എനിക്കുണ്ടായിരുന്നു. കാരണം എന്റെ പിതാവ് ചെറിയ പ്രായത്തിൽ തന്നെ മരിച്ചു പോയത് കൊണ്ട് ഞങ്ങൾക്ക് ഭൂമിയിൽ ആശ്രയിപ്പാൻ മറ്റാരും ഇല്ലായിരുന്നത് കൊണ്ട് തന്നെ ഹല്ലേലൂയ ആവശ്യങ്ങളൊക്കെ ദൈവത്തിന് പ്രാർത്ഥിച്ച് പ്രാപിക്കാം. ഹല്ലേലൂയ ഹല്ലേലൂയ എന്റെ മാതാവിനെ പരിശീലിപ്പിച്ചു. ഹല്ലേലൂയ തന്നിമിത്തമായിട്ട് എന്റെ പിതാവ് ചെറിയ പ്രായത്തിൽ തന്നെ മരിച്ചു പോയത് കൊണ്ട് ഭൂമിയിൽ ആശ്രയിപ്പാൻ ഞങ്ങൾക്ക് മറ്റാരും ഇല്ലാത്തത് കൊണ്ട് തന്നെ ആവശ്യങ്ങളൊക്കെ ദൈവത്തിന് പ്രാർത്ഥിച്ച് പ്രാപിപ്പാൻ എന്റെ മാതാവിനെ പരിശീലിപ്പിച്ചു. ഇത്രയും ദൈവഭക്തയായ മാതാവിനെ ഓർത്ത് ഞാൻ ദൈവത്തിന് സ്തോത്രം കരയറ്റുകയാണ്. ഇത്തരം സന്ദർഭങ്ങളിൽ കൂടെയൊക്കെ ദൈവം ഞങ്ങളെ നടത്തിയത് കൊണ്ട് തന്നെ ഏത് വിഷയവും ദൈവത്തിന് പ്രാർത്ഥിച്ച് പ്രാപിക്കാം എന്നൊരു വിശ്വാസം ദൈവം എനിക്ക് തന്നു. പ്രിയമുള്ള ദൈവമക്കളെ, മനുഷ്യരിൽ ആശ്രയിക്കുന്നവർ ലജ്ജിച്ചു പോകുമ്പോൾ ദൈവത്തിൽ ആശ്രയിക്കുന്നവർ ഒരു നാളും ലജ്ജിച്ചു പോകുകയില്ലെന്ന് എന്റെ അനുഭവത്തിന്റെ വെളിച്ചത്തിൽ ഞാൻ നിങ്ങളോട് ഈ അവസരത്തിൽ പറയുവാൻ ആഗ്രഹിക്കുകയാണ്. എന്റെ ഇതുവരെയുള്ള ജീവിതത്തിൽ എന്റെ ഏറ്റവും ചെറിയ കാര്യത്തിലും ദൈവം എനിക്ക് നല്ലവനും വിശ്വസ്തനുമായിരുന്നു. എനിക്ക് വേണ്ടതെല്ലാം ദൈവം തക്ക സമയത്ത് എനിക്ക് വേണ്ടി ഒരുക്കി. ഇക്കാലം അത്രയും മുട്ടിലെറിഞ്ഞാണ് ഞാൻ ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് പോയിക്കൊണ്ടിരുന്നത്. എന്നാൽ ദൈവത്തോട് പറ്റിയിരിക്കുന്നവന്റെ അവസ്ഥയും സ്ഥിതിയും മാറ്റുന്ന ദൈവം എന്റെ അവസ്ഥയും സ്ഥിതിയും മാറ്റുവാൻ ഇടയായി തീർന്നു. ഹല്ലേലൂയ. ആ വർഷം തന്നെ എന്റെ ജീവിതത്തിൽ ആദ്യമായി ദൈവം എനിക്കൊരു വീൽ ചെയർ നൽകുവാൻ ഇടയായി തീർന്നു. ഇലക്ട്രിക് വീൽ ചെയർ ഒന്നും അല്ലായിരുന്നു, മറിച്ച് ഒരു മാനുവൽ വീൽ ചെയർ ആയിരുന്നത്. സെൽഫ് പ്രൊപ്പൽഡ് വീൽ ചെയർ എന്ന കാറ്റഗറിയിൽ ഉൾപ്പെടുത്തുന്ന ഒരു വീൽ ചെയർ ആയിരുന്നത്. അപ്രകാരം ഒരു വീൽ ചെയർ ദൈവം എനിക്ക് ആ വർഷം നൽകി തരുവാൻ ഇടയായി തീർന്നു. എന്നെ പോലെയുള്ളവർക്ക് സൗജന്യമായി വീൽ ചെയർ കൊടുക്കുന്ന ഒരു സംഘടനയിലൂടെയാണ് ദൈവം എനിക്ക് ആ വീൽ ചെയർ നൽകുവാൻ ഇടയായി തീർന്നത്. 5 വർഷം ആ കോളനിയിൽ പാർത്തനന്തരം ദൈവം ഞങ്ങൾക്ക് പരിമലയിൽ തന്നെ മെയിൻ റോഡിൽ അല്പം സ്ഥലം വാങ്ങുവാൻ ദൈവം കൃപ ചെയ്തു. അനേക ദൈവമക്കളുടെ സഹായത്തോടെ അവിടെ ഒരു കൊച്ചു വീട് വെക്കാൻ ദൈവം ഞങ്ങളെ സഹായിച്ചു. ഇവിടെ എൻ്റെ സ്കൂള് വീടിനടുത്തായിരുന്നത് കൊണ്ട് വീൽ ചെയറിലായിരുന്നു ഞാൻ സ്കൂളിലേക്ക് കടന്നു പോയിക്കൊണ്ടിരുന്നത്. ഹൈസ്കൂൾ പഠനത്തിന് ശേഷം അതേ സ്കൂളിൽ തന്നെ ഹയർ സെക്കൻഡറി വിദ്യാഭ്യാസം ചെയ്യുവാനും ദൈവം എനിക്ക് ഭാഗ്യം നൽകി. ഒരു ദിവസം ഞാൻ സ്കൂളിൽ നിന്ന് വീൽ ചെയറിൽ ഭവനത്തിലേക്ക് മടങ്ങി വരുമ്പോൾ ഞങ്ങളുടെ വീടിനോട് അടുത്ത സമയത്ത് എൻ്റെ വീൽ ചെയറിൽ ഒരു കാർ വന്നിടിക്കുവാൻ ഇടയായി തീർന്നു. എന്നെ ഇടിച്ച അനന്തരം മറ്റൊരു മതിലിടിച്ചാണ് ആ കാർ നിന്നത്. ഇടിയുടെ ആഘാതത്തിൽ ഞാൻ വീൽ ചെയറിന് റോഡിലേക്ക് തെറിച്ചു വീഴുവാൻ ഇടയായി തീർന്നു. എന്നാൽ അവിടെയും ദൈവം എനിക്ക് വേണ്ടി ഒരു അത്ഭുതം ചെയ്തു. ദൈവമക്കളെ, ഒരേ സമയം 2 വശത്തേക്കും ബസ് പോകുന്ന റോഡാണെങ്കിലും ഹല്ലേലൂയ ആ സമയം മറ്റു വണ്ടികളൊന്നും വരാതെ ദൈവം എന്നെ സൂക്ഷിപ്പാൻ ഇടയായി തീർന്നു.
കൈമുട്ടില് ദൈവം രക്ഷിച്ചതിന്റെ അടയാളം എന്നോണം അല്പം തൊലി പോയതല്ലാതെ മറ്റൊരു ദോഷവും വരാതെ ദൈവം എന്നെ സൂക്ഷിപ്പാൻ ഇടയായി തീർന്നു. എന്നാൽ ഇടിയുടെ ആഘാതത്തിൽ ആ വീൽ ചെയർ അത് പൂർണ്ണമായും തകർന്നു പോകാൻ ഇടയായി തീർന്നു. ഹല്ലേലൂയ. അങ്ങനെ ഹല്ലേലൂയ മുട്ടിലെഴഞ്ഞാണ് ഞാൻ ആ റോഡിൽ നിന്ന് എന്റെ ഭവനത്തിലേക്ക് വരുവാൻ ഇടയായി തീർന്നത്. ആ വീൽ ചെയർ കണ്ടാൽ അതിലിരുന്ന ആള് ജീവനോടുണ്ടെന്ന് പോലും പറയത്തില്ല. അത്രയ്ക്കും ആ വീൽ ചെയർ പൂർണ്ണമായി തകർന്നു പോകുവാൻ ഇടയായി തീർന്നു. സംഭവം അറിഞ്ഞ് നാട്ടുകാരൊക്കെ കടന്നു വന്നപ്പോൾ ഒരു ദോഷവും ഭവിക്കാതെ ഇരിക്കുന്ന എന്നെയാണ് കണ്ടത്. പ്രിയമുള്ള ദൈവമക്കളെ, എനിക്ക് ഒന്നേ പറയാനുള്ളൂ, എനിക്കൊരു ദോഷവും വരാതെ ദൈവം എന്നെ സൂക്ഷിച്ചു. തിരുവെഴുത്ത് നാം പഠിക്കുമ്പോൾ ഇപ്രകാരം നമുക്ക് കാണുവാൻ സാധിക്കുന്നു: നീതിമാന്റെ അനർത്ഥങ്ങൾ അസംഖ്യമാകുന്നു, അവയെല്ലാറ്റിൽ നിന്നും യഹോവ അവനെ വിടുവിക്കുന്നുവെന്ന്. ആ തിരുവെഴുത്ത് പോലെ ദൈവം എന്നെ സൂക്ഷിപ്പാൻ ഇടയായി തീർന്നു. ദൈവത്തിന് സ്തോത്രം. പ്രിയമുള്ള ദൈവപൈതലേ, ദൈവത്തിന് പദ്ധതിയുള്ള നിനക്ക് വിരോധമായി ശത്രു എത്രയൊക്കെ പദ്ധതി ഒരുക്കിയാലും യഹോവയുടെ ദൂതൻ അവന്റെ ഭക്തന്മാരുടെ ചുറ്റും പാളയമിറങ്ങി അവരെ വിടുവിക്കുന്നുവെന്ന് തിരുവെഴുത്തിൽ എഴുതിയിരിക്കുന്ന പോലെ ദൈവം നിന്നെ സൂക്ഷിപ്പാനിടയായി തീരും. നിനക്ക് വിരോധമായി നിൽക്കുന്ന ദുഷ്ടനായ ശത്രു, ഹാലൂയ, തിരുവെഴുത്ത് പറയുന്നത് പോലെ ദുഷ്ടൻ പല്ല് കടിച്ചുരുകി പോകും, ദുഷ്ടന്റെ ആശ നശിച്ചു പോകുമെന്ന് തിരുവെഴുത്തിൽ എഴുതിയിരിക്കുന്ന പോലെ നിനക്ക് വിരോധമായി നിൽക്കുന്ന അന്ധകാര മണ്ഡലങ്ങൾ തകർന്നു പോകുവാൻ ഇടയായി തീരും. നിനക്ക് വിരോധമായി നിൽക്കുന്ന ശത്രുവിന്റെ പദ്ധതികൾ തകർന്നു മാറുവാൻ ഇടയായിത്തീരും. ദൈവത്തിന് സ്തോത്രം. പിന്നെ ഈ മാസങ്ങൾ മുന്നോട്ട് പോകുവാൻ ഇടയായി തീർന്നു. എന്റെ ഹൈസ്കൂൾ വിദ്യാഭ്യാസ കാലഘട്ടത്തിൽ ഞങ്ങളുടെ ഭവനത്തിൽ ഒരു പ്രാർത്ഥന നടക്കുവാൻ ഇടയായി. പ്രാർത്ഥനാനന്തരം അന്ന് ശുശ്രൂഷയ്ക്കായി കടന്നു വന്ന ദൈവദാസി രക്ഷിക്കപ്പെടുന്നതിന്റെ ആവശ്യകതയെക്കുറിച്ച് എനിക്ക് പറഞ്ഞു തന്നു. അങ്ങനെ ഞാൻ രക്ഷിക്കപ്പെടുവാൻ താല്പര്യം പ്രകടിപ്പിച്ചതിനെ തുടർന്ന് ആ ദൈവദാസി എനിക്ക് രക്ഷാവാചകം ചൊല്ലിത്തരികയും അന്നേ ദിവസം യേശുക്രിസ്തുവിനെ സ്വന്തം രക്ഷിതാവായി സ്വീകരിപ്പാൻ ദൈവം എനിക്ക് കൃപ ചെയ്തു. ആ കാലഘട്ടം മുതൽക്ക് ധാരാളമായി ഉപവസിക്കുവാനും പ്രാർത്ഥിപ്പാനും ദൈവം എനിക്ക് കൃപ ചെയ്തു. അധികം കഴിയുന്നതിന് മുമ്പേ ഞങ്ങളുടെ ചർച്ചിൽ ഒരു ഫാസ്റ്റിംഗ് പ്രയർ നടന്നു. ആ ഉപവാസ പ്രാർത്ഥനയിൽ പരിശുദ്ധാത്മാവ് എന്റെ മേൽ ശക്തിയോടെ കടന്നു വന്നു. എനിക്ക് ഉൾക്കൊള്ളുവാൻ കഴിയാത്ത ദൈവശക്തിയാൽ ഞാൻ നിറയപ്പെടുകയും അന്യഭാഷകളിൽ ദൈവത്തെ ആരാധിക്കുകയും ചെയ്തു. ദൈവത്തിന് സ്തോത്രം. ഞാൻ ഹയർ സെക്കൻഡറി പഠിക്കുന്ന കാലഘട്ടത്തിൽ സ്നാനപ്പെടണമെന്ന ആഗ്രഹം എൻ്റെ ഉള്ളിലേക്ക് കടന്നു വന്നു. എന്നാൽ എങ്ങനെ സ്നാനപ്പെടുമെന്നൊക്കെ ഞാൻ ചിന്തിച്ചു. ഹല്ലേലൂയ. കാരണം അതിനൊരു കാരണം എന്ന് പറയുന്നത്, ഞങ്ങളുടെ ചർച്ചിന്റെ അടുത്താണ് നദിയുള്ളത്. അവിടെയാണ് സാധാരണ എല്ലാവരെയും സ്നാനപ്പെടുത്തുന്നത്. അതിനടുത്തുള്ള കടവിലാണ് എല്ലാവരെയും സ്നാനപ്പെടുത്തുന്നത്. എന്നാൽ എൻ്റെ ആഗ്രഹം ഞാൻ പറഞ്ഞപ്പോൾ സ്നാനകുളത്തിൽ കൊണ്ടുപോയി എന്നെ സ്നാനപ്പെടുത്താമെന്ന് തീരുമാനിച്ചു. അങ്ങനെ ഒരു സഭയിലെ സ്നാനകുളത്തിൽ വെച്ച് സ്നാനപ്പെടുവാൻ ദൈവം എനിക്ക് കൃപ ചെയ്തു. ഈ കാലഘട്ടങ്ങൾ എന്തെന്നില്ലാത്ത സ്വർഗീയ സന്തോഷം അനുഭവിക്കുവാനും അറിഞ്ഞ സത്യത്തെ മറ്റുള്ളവരിലേക്ക് പങ്കിടണം എന്നുള്ള ചിന്ത എൻ്റെ ഹൃദയത്തെ മതിക്കുവാനും ഇടയായി. തൽഫലമായി രാവിലെ വീൽ ചെയറിൽ പുറത്തിറങ്ങി വീട്ടിൽ പത്രമിടാൻ വരുന്ന ആൾക്കും മറ്റും സുവിശേഷ ലഘുലേഖ കൊടുക്കാൻ ദൈവം എനിക്ക് ആ കാലഘട്ടത്തിൽ കൃപ ചെയ്തു. ഞാനൊരു വീൽ ചെയർ യൂസർ ആയതുകൊണ്ടായിരിക്കാം ആളുകൾ യാതൊരു എതിർപ്പും കൂടാതെ അവ എന്റെ കൈവശം നിന്ന് വാങ്ങിയിരുന്നു. അതിനുശേഷം ദൈവവിഷയം സംബന്ധിച്ച് എന്റെ മനസ്സിലേക്ക് കടന്നു വന്ന ചിന്തകൾ അവരുടെ A4 സൈസ് പേപ്പറുകളിൽ എഴുതി എന്റെ സുഹൃത്തുക്കൾക്ക് വായിക്കാൻ കൊടുക്കുന്ന സ്വഭാവം ആ കാലഘട്ടത്തിൽ എനിക്കുണ്ടായിരുന്നു. ദൈവത്തിന് സ്തോത്രം. ഞാൻ അന്ന് സൺഡേ സ്കൂൾ വിദ്യാർത്ഥി ആയതുകൊണ്ട് തന്നെ ഹല്ലേലൂയ അതിൽ ആ പഠിച്ചതിൽ നിന്നുള്ള അറിവുകളൊക്കെ വെച്ചിട്ടാണ് ആ ചിന്തകൾ എഴുതി എന്റെ സുഹൃത്തുക്കൾക്ക് ഞാൻ വായിപ്പാൻ കൊടുത്തുകൊണ്ടിരുന്നത്. എന്റെ +2 പഠനത്തിന് ശേഷം ഉപരിപഠനം ചെയ്യുവാനും ദൈവം എനിക്ക് ഭാഗ്യം നൽകി. ആ കാലഘട്ടത്തിൽ എന്റെ മാതാവ് 2 വീലറിലാണ് ഉപരിപഠനത്തിനായി എന്നെ ഇൻസ്റ്റിറ്റ്യൂട്ടിലേക്ക് കൊണ്ടുപോയിക്കൊണ്ടിരുന്നത്. ഞങ്ങളുടെ യാത്രയിൽ പലപ്പോഴും ഞങ്ങൾ വണ്ടിയുമായി റോഡിൽ വീണിട്ടുണ്ട്. എന്നാൽ എന്നെ തിരികെ വണ്ടിയിലേക്ക് എടുത്തു വയ്ക്കുവാൻ എന്റെ മാതാവിന് കഴിയാത്തത് കൊണ്ട് പലപ്പോഴും അതുവഴി ആരെങ്കിലും വരുന്നത് വരെ ഞങ്ങൾ കാത്തിരിക്കേണ്ടി വന്നിട്ടുണ്ട്. ഗ്രാമപ്രദേശത്തെ റോഡുകളുടെ അവസ്ഥ നമുക്കറിയാമല്ലോ പ്രിയരെ. എങ്കിലും തക്ക സമയത്ത് അതിനു വേണ്ട ആളുകളെ ഒക്കെ ദൈവം ഞങ്ങൾക്ക് വേണ്ടി ഒരുക്കി. എന്റെ പഠനത്തിന് ശേഷം ഒരു ജോലിയിൽ പ്രവേശിപ്പാനും ദൈവം എന്നെ സഹായിച്ചു. എന്നാൽ അധിക നാൾ ആ ജോലിയിൽ തുടരാൻ എനിക്ക് കഴിഞ്ഞില്ല. മറ്റു ചില ശാരീരിക ബുദ്ധിമുട്ടുകൾ എന്റെ ശരീരത്തിൽ ഉണ്ടാകുവാൻ ഇടയായി തീർന്നു. അങ്ങനെ ശാരീരിക അവസ്ഥ വളരെ മോശമായതിനെ തുടർന്ന് ഞങ്ങൾ ഭവനത്തിലായിരിക്കുമ്പോൾ കുറച്ച് ദിവസങ്ങൾ ഉപവാസ പ്രാർത്ഥന ഞങ്ങളുടെ ഭവനത്തിൽ വെക്കുവാൻ ഞങ്ങൾ തീരുമാനിച്ചു. ആ ഉപവാസ പ്രാർത്ഥനയിൽ എന്നെക്കുറിച്ചുള്ള ദൈവത്തിന്റെ പദ്ധതി ദൈവം എന്നോട് വ്യക്തിപരമായി ദർശനത്തിലൂടെ അറിയിക്കുവാനിടയായി തീർന്നു. കൂടാതെ ആ ദിവസങ്ങളിൽ ഞങ്ങളുടെ ഭവനത്തിൽ നടന്ന പ്രാർത്ഥനയിൽ ശുശ്രൂഷയ്ക്കായി കടന്നു വന്ന ദൈവദാസന്മാരിലൂടെ ദൈവം എന്നോട് സംസാരിച്ചു. ഇതുകൂടാതെ ദൈവത്തിന്റെ ശബ്ദം വ്യക്തമായി കേൾപ്പാൻ ആ ദിവസങ്ങളിൽ ദൈവം എനിക്ക് കൃപ ചെയ്തു.
തുടർന്നും അനേക പ്രാവശ്യം പ്രാർത്ഥനാ സമയത്ത് ദർശനത്തിൽ ദൈവത്തെ കാണുവാനും ദൈവം അനേക കാര്യങ്ങൾ എന്നോട് സംസാരിക്കുവാനും ഇടയായി തീർന്നു. അങ്ങനെ ദൈവശബ്ദം കേട്ട് ജോലി ഉപേക്ഷിച്ച് ദൈവിക ശുശ്രൂഷയ്ക്കായി സമർപ്പിക്കുവാൻ ദൈവം എനിക്ക് കൃപ ചെയ്തു. ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ഈ അവസരത്തിൽ പ്രാർത്ഥിക്കുവാൻ ഒരു പ്രത്യേകമായ ഒരു കൃപ ദൈവം എനിക്ക് തന്നു. ദിവസവും മണിക്കൂറുകൾ ഇന്നും പ്രാർത്ഥിക്കുവാൻ ദൈവം എനിക്ക് കൃപ ചെയ്യുന്നതോടെ ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യാണ്. അവിടെയുള്ള ഭവനത്തിലായിരിക്കുമ്പോൾ ശക്തമായ മന്ത്രവാദ പോരുകൾ ഞങ്ങൾക്ക് വിരോധമായി കടന്നു വരുവാൻ ഇടയായി തീർന്നു. എന്നാൽ ഞാനും എൻ്റെ മാതാവും രാത്രിയെ പകലാക്കി ഹല്ലേലൂയ പ്രാർത്ഥിച്ച് ആ വിഷയത്തെ ജയിപ്പാൻ ദൈവം ഞങ്ങൾക്ക് കൃപ ചെയ്തു. കുറച്ച് വർഷങ്ങൾ അവിടെ പാർത്തനന്തരം ആ വീട് വിറ്റ് ഞങ്ങൾ ഇപ്പോഴായിരിക്കുന്ന സ്ഥലത്തായിരിക്കുന്നു. ഇതിനിടയിൽ പത്തനംതിട്ട ICPCയുമായി ബന്ധപ്പെടുവാനും അവരുടെ മീറ്റിംഗിൽ ഓഫ്ലൈനായും ഓൺലൈനായും പങ്കെടുക്കുവാനും ദൈവം എനിക്ക് കൃപ ചെയ്തു. ഇതിനിടയിൽ പത്തനംതിട്ട ICPCയുമായി ബന്ധപ്പെടുവാനും അവരുടെ മീറ്റിംഗിൽ ഓഫ്ലൈനായും ഓൺലൈനായും പങ്കെടുക്കുവാനും ദൈവം എനിക്ക് കൃപ ചെയ്തു. അവിടുത്തെ സഹോദരന്മാരോട് കൂടിയുള്ള സൗഹൃദം എൻ്റെ ജീവിതത്തിൽ ഒത്തിരി സന്തോഷമായിരുന്നു. ഈ കാലഘട്ടത്തിൽ ഏകദേശം 7ഓളം ഭാഷകളിൽ ഡെയിലി ബൈബിൾ വേഴ്സ് സ്വന്തമായി ഡിസൈൻ ചെയ്ത് മറ്റുള്ളവരിലേക്ക് അയക്കുവാൻ ദൈവം എനിക്ക് കൃപ ചെയ്തു. ഗോഡാഡിയുടെ സ്റ്റുഡിയോ എന്ന് പറയുന്ന ഒരു ആപ്ലിക്കേഷനിലൂടെയാണ് ഞാനത് ചെയ്തുകൊണ്ടിരുന്നത്. തുടക്കത്തിൽ മലയാളം, ഇംഗ്ലീഷ് എന്നീ 2 ഭാഷകളിലാണ് ഞാനത് ചെയ്തു തുടങ്ങിയത്. അത് എൻ്റെ ഫ്രണ്ട്സിനൊക്കെ ഞാൻ അയച്ചു കൊടുക്കുമായിരുന്നു. അന്ന് മുഖാന്തരം ബോംബെയിൽ ചർച്ച് മിനിസ്റ്റർ ചെയ്യുന്ന ഒരു ദൈവദാസനെ പരിചയപ്പെടുവാൻ ദൈവം ഭാഗ്യം നൽകി. അദ്ദേഹം എന്നോട് ചോദിച്ചു, സജുവിന് ഇത് ഹിന്ദിയിൽ കൂടെ ചെയ്യാമോ എന്ന് എന്നോട് ചോദിച്ചു. അങ്ങനെ ഹിന്ദി ഭാഷയിൽ കൂടെ അത് ചെയ്യുവാൻ ഇടയായി. അങ്ങനെ 3 ഭാഷയിൽ ഞാൻ ആ വാക്യങ്ങൾ അയച്ചു കൊടുക്കുന്നതിനിടയിൽ ഹല്ലേലൂയ അവിശ്വാസിയായ ഒരാൾ കൂടെ ഞാൻ ഈ വാക്യം അയച്ചു കൊടുക്കുമായിരുന്നു. അദ്ദേഹം അത് വിശ്വാസിയായ തമിഴ്നാട്ടിലുള്ള ഒരു ബ്രദറിന് ഈ വാക്യം അയച്ചു കൊടുക്കുമായിരുന്നു. അദ്ദേഹം ഒരു മലയാളിയായിരുന്നു. അദ്ദേഹം എൻ്റെ നമ്പർ അദ്ദേഹത്തിൽ നിന്ന് വാങ്ങി എന്നെ കോണ്ടാക്ട് ചെയ്തു. തമിഴിൽ കൂടെ ഈ വാക്യം ചെയ്യാമോ എന്ന് ചോദിച്ചു. അങ്ങനെ തമിഴിൽ കൂടെ ആ വാക്യം ചെയ്യുവാൻ ആരംഭിച്ചു. ഇതിനിടയിൽ ICPCയുമായി ബന്ധപ്പെട്ട് ബൈബിൾ കോളേജിൽ പഠിക്കുന്ന ഒരു സഹോദരനെ പരിചയപ്പെടുവാൻ ദൈവം എനിക്ക് കൃപ ചെയ്തു. അദ്ദേഹം പറഞ്ഞു അദ്ദേഹത്തിന് വിവിധ ദേശങ്ങളിൽ വിവിധ ഭാഷകൾ സംസാരിക്കുന്ന സുഹൃത്തുക്കളുണ്ട്. അതിനാൽ ഇപ്പോൾ ചെയ്യുന്ന മലയാളം, ഇംഗ്ലീഷ്, ഹിന്ദി, തമിഴ് എന്നീ ഭാഷകൾ കൂടാതെ തെലുങ്ക്, കന്നഡ, പഞ്ചാബി ഈ ഭാഷകൾ കൂടെ വാക്യം ചെയ്യാമോ എന്ന് ചോദിച്ചു. അങ്ങനെ മലയാളം, ഇംഗ്ലീഷ്, ഹിന്ദി, തമിഴ്, തെലുങ്ക്, കന്നഡ, പഞ്ചാബി ഈ 7 ഭാഷകളിൽ ബൈബിൾ വാക്യം ദിനവും ചെയ്ത് ഹല്ലേലൂയ ആളുകൾക്ക് അയച്ചു കൊടുക്കാൻ ദൈവം എനിക്ക് കൃപ ചെയ്തു. ഹോളി ബൈബിൾ ആപ്ലിക്കേഷൻ ആദ്യം നമ്മൾ മലയാളത്തിൽ റെഫറൻസ് എടുക്കും. അതിനുശേഷം അത് കോപ്പി ചെയ്ത് ഞാൻ മുമ്പേ സൂചിപ്പിച്ച ആ ഡിസൈൻ ആപ്പിൽ ഞാൻ പേസ്റ്റ് ചെയ്യും. ഹോളി ബൈബിൾ ആപ്ലിക്കേഷനിൽ നമുക്ക് ലാംഗ്വേജ് മാറ്റാനുള്ള സൗകര്യമുണ്ട്. ഇങ്ങനെ 7ഓളം ഭാഷകളിൽ വാക്യങ്ങൾ ആപ്പിൽ നിന്ന് കോപ്പി ചെയ്ത് ഡിസൈൻ ആപ്പിൽ പേസ്റ്റ് ചെയ്താണ് ഞാൻ അത് ചെയ്തുകൊണ്ടിരുന്നത്. അത് നിമിത്തമായി ദൈവദാസന്മാരും ദൈവമക്കളുമായി ഒത്തിരി പേർക്ക് അനുഗ്രഹമാകുവാൻ ഇടയായി എന്ന് ഞാൻ അറിയുവാൻ ദൈവം കൃപ ചെയ്തിട്ടുണ്ട്. വടക്കേ ഇന്ത്യയിലുള്ള ദൈവദാസന്മാർ വരെ ഫോണിൽ വിളിച്ച് അതിനെക്കുറിച്ച് നല്ല അഭിപ്രായങ്ങൾ പറയുന്നത് കേൾപ്പാൻ ദൈവം കൃപ ചെയ്തിട്ടുണ്ട്. ഹല്ലേലൂയ. ഞാൻ ഇത് ചെയ്യുന്നതിനെ കുറിച്ച് ഇത്രയും വിശദമായി പറയുവാനുള്ള കാരണം ഇപ്പോഴും വാക്യം ചോദിക്കുക അനേകം ആളുകൾ എനിക്ക് മെസ്സേജ് അയക്കാറുണ്ട്. പലപ്പോഴും അതെങ്ങനെയാണ് ചെയ്യുന്നതെന്ന് ഞാൻ ആളുകൾക്ക് പറഞ്ഞു കൊടുക്കാറുണ്ട്. അടുത്തിടയിലും ഒരാൾ വാക്യം ചോദിച്ച് മെസ്സേജ് അയച്ചിരുന്നു. അതിനാൽ ഞാനിത് എപ്രകാരം ചെയ്തു എന്ന് അറിയുന്നത് മറ്റുള്ളവർക്ക് ഗുണമാകുമെന്ന് ഞാൻ ചിന്തിക്കുന്നു. ഹല്ലേലൂയ. അത് നിമിത്തമായിട്ടാണ് ഞാൻ ഇത്രയും വിശുദ്ധമായി നിങ്ങളോട് പറയുവാൻ ഇടയായിത്തീർന്നത്. ഇതിനിടയിൽ ഷാജി കാരക്കാട് എന്നൊരു ദൈവദാസനെ പരിചയപ്പെടുവാൻ ദൈവം കൃപ ചെയ്തു. അദ്ദേഹം വാക്യങ്ങൾ ഫ്ലെക്സ് അടിച്ചും അതിലും മറ്റും ഒട്ടിക്കുകയും അതുപോലെ ട്രാക്ട് മിനിസ്ട്രി ഒക്കെ ചെയ്യുന്ന ഒരു ദൈവദാസനാണ്. അതുകൂടാതെ അദ്ദേഹം വാക്യങ്ങൾ സ്റ്റിക്കറാക്കി വിതരണം ചെയ്തുകൊണ്ടിരുന്നു. അദ്ദേഹത്തോടൊപ്പം വർഷങ്ങൾ ഒരുമിച്ച് ശുശ്രൂഷിപ്പാൻ ദൈവം എനിക്ക് കൃപ ചെയ്തിട്ടുണ്ട്. കേരളത്തിൽ പ്രവർത്തനം കൂടാതെ അദ്ദേഹത്തിന് ഛത്തീസ്ഗഡിലും പ്രവർത്തനമുണ്ട്. ബെഥൽ ഗ്ലോബൽ മിനിസ്ട്രീസ് എന്നാണ് അദ്ദേഹം ചെയ്യുന്ന മിനിസ്ട്രിയുടെ പേര്. പ്രിയമുള്ള ദൈവമക്കളെ, ദൈവത്തിന് നിന്നെക്കുറിച്ചൊരു പദ്ധതിയുണ്ടോ? അതിനുവേണ്ട എല്ലാ കാര്യങ്ങളും ദൈവം നിനക്ക് വേണ്ടി തക്ക സമയത്ത് ഒരുക്കി തരുമെന്ന് എൻ്റെ ജീവിതത്തിന്റെ അനുഭവത്തിന്റെ വെളിച്ചത്തിൽ ഞാൻ നിങ്ങളോട് പറയുവാൻ ആഗ്രഹിക്കുകയാണ്. നിങ്ങൾ ചെയ്യേണ്ടത് ഒരേ ഒരു കാര്യം മാത്രമാണ്, ദൈവത്തിന്റെ സന്നിധിയിൽ വിശ്വസ്തരായി നിൽക്കുക എന്നത് മാത്രമാണ്. അങ്ങനെയെങ്കിൽ ദൈവിക പദ്ധതി പ്രകാരം മുന്നോട്ട് പോകാൻ ആവശ്യമായ വഴിയും വാതിലും തക്ക സമയത്ത് ദൈവം നിനക്ക് തുറന്നു തരുവാൻ ഇടയായിത്തീരും. ഞാൻ ഇപ്രകാരം ജനിച്ചത് കൊണ്ട് തന്നെ പലപ്പോഴും ഹോസ്പിറ്റലിൽ പോകേണ്ട സാഹചര്യങ്ങൾ എൻ്റെ ജീവിതത്തിൽ അനവധിയായി വന്നിട്ടുണ്ട്. അങ്ങനെ അവിടുത്തെ ഡോക്ടറോടും മറ്റും, അതായത് ശരീരത്തെ ചികിത്സിക്കുന്ന ഡോക്ടറോട് ആത്മാവിനെ സംബന്ധിക്കുന്ന കാര്യങ്ങളെ കുറിച്ച് സംസാരിക്കാൻ ദൈവം എനിക്ക് ഭാഗ്യം നൽകിയിട്ടുണ്ട്. അതുപോലെ ആശുപത്രിയിൽ വെച്ച് രോഗാവസ്ഥയിലൂടെ കടന്നു പോകുന്നവരോട്
ക്രിസ്തുയേശുവിലുള്ള പ്രത്യാശയെക്കുറിച്ച് പങ്കിടുവാൻ ദൈവം എനിക്ക് അവസരങ്ങളെ നൽകിയിട്ടുണ്ട്. പ്രിയമുള്ള ദൈവമക്കളെ, ഒരുപക്ഷെ നമ്മുടെ രോഗത്തിന്റെ അവസ്ഥയിലൂടെ ദൈവം നമ്മളെ കടത്തിപ്പെടുന്നത് അവരുടെ ചില രോഗികളെ യേശുവിന് വേണ്ടി നേടേണ്ടതിനായിരിക്കാം, അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട് ജോലി ചെയ്യുന്നവരോട് യേശുവിനെ കുറിച്ച് പറയുന്നതിനായിരിക്കാം. ദൈവം നമ്മെ എവിടെയാക്കിയാലും എപ്രകാരമാക്കിയാലും അതിന്റെ പിന്നിൽ ദൈവത്തിന് ഒരു പദ്ധതി ഉണ്ടെന്ന് നാം എപ്പോഴും ഓർത്തുകൊള്ളണം. നാം അത് ചെയ്യുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനമായിട്ടുള്ള കാര്യം. പ്രിയമുള്ള ദൈവമക്കളെ, ഞാൻ പറഞ്ഞതിന്റെ സാരം എന്താ? നിങ്ങൾ ഒരുപക്ഷെ പഠിക്കുന്നവരായിരിക്കാം, അല്ലെ ജോലി ചെയ്യുന്നവരായിരിക്കാം. നിങ്ങളെ അവിടെ ആക്കിയിരുന്നെങ്കിൽ ദൈവത്തിന്റെ പദ്ധതിയുണ്ട്. നാം അത് ചെയ്യണം. ദൈവത്തിന് സ്തോത്രം. ഇതിനിടയിൽ ഒരു ബ്ലോഗ് സ്റ്റാർട്ട് ചെയ്യുവാൻ ദൈവം എനിക്ക് കൃപ ചെയ്തു. അതിലെ എഴുത്തുകൾ വായിച്ച പലരും അത് ദൈവം എന്നോട് സംസാരിക്കുകയായിരുന്നു എന്ന് പറഞ്ഞവർ വരെയുണ്ട്. ഇത്രയും ശാരീരിക വൈകല്യങ്ങൾക്കിടയിലും മുടക്കം കൂടാതെ സഭയിൽ പോകുവാനും ആത്മീയ കാര്യങ്ങളിൽ പങ്കെടുക്കുവാനും ദൈവം എന്നെ സഹായിക്കുന്നു. മാത്രമല്ല, ഇന്റർമീഡിയറ്റ് കുട്ടികളെ സൺഡേ സ്കൂൾ പഠിപ്പിക്കുവാനും ദൈവം എനിക്ക് കൃപ ചെയ്തിട്ടുണ്ട്. കഴിഞ്ഞ വർഷം, അതായത് 2023 നവംബർ മാസമാണ് അത് പൂർത്തിയായത്. ഇന്ന് അനേക സഭകളിൽ തനിയെ ഓട്ടോ പിടിച്ചു പോയി ദൈവത്തിന്റെ മാറ്റമില്ലാത്ത വചനം ശുശ്രൂഷിപ്പാൻ ദൈവം എനിക്ക് അവസരങ്ങൾ ഒരുക്കുന്നു. ഇന്ന് അനേക സഭകളിൽ തനിയെ ഓട്ടോ പിടിച്ചു പോയി ദൈവത്തിന്റെ മാറ്റമില്ലാത്ത വചനം ശുശ്രൂഷിപ്പാൻ ദൈവം എനിക്ക് അവസരങ്ങളെ നൽകുന്നു. ഇതിനിടയിൽ ഇന്ത്യ ബൈബിൾ കോളേജ് കുമ്പനാട് പഠിപ്പിക്കുന്ന VS മാത്യു സാറിനെ പരിചയപ്പെടുവാൻ ദൈവം എനിക്ക് കൃപ ചെയ്തു. അതെന്റെ ശുശ്രൂഷാ ജീവിതത്തിൽ ഒത്തിരി അനുഗ്രഹമായിരുന്നു. അദ്ദേഹം ഉൾപ്പെട്ടിരുന്ന ഒരു ഗ്രൂപ്പിൽ ചേരുവാനും അതിൽ സ്ഥിരമായി നടത്തി വന്നിരുന്ന പ്രാർത്ഥനാ കൂട്ടായ്മ പലപ്പോഴും ലീഡ് ചെയ്യുവാനും അതിൽ വചനം ഷെയർ ചെയ്യാനും ഒക്കെ ദൈവം എനിക്ക് അവസരങ്ങളെ ഒരുക്കിയിട്ടുണ്ട്. ഇന്നും ബൈബിൾപരമായ കാര്യങ്ങൾക്ക് ഞാൻ സാറിനെയാണ് കോൺടാക്ട് ചെയ്യുന്നത്. എന്റെ വീട്ടിൽ വരുവാനും ബൈബിൾ പഠനത്തിന് ആവശ്യമായ ബുക്കുകൾ കൊണ്ടുതരുവാനും ഒക്കെ സാറിന് ദൈവം കൃപ ചെയ്തിട്ടുണ്ട്. പലപ്പോഴും അതിനാവശ്യമായ നിർദ്ദേശങ്ങൾ എനിക്ക് തരുന്നത് VS മാത്യു സാറാണ്. നിങ്ങൾക്കറിയാം, ഇതുപോലെയുള്ള കഷ്ടം അനുഭവിക്കുന്ന ആളുകൾ എത്രമാത്രം നിരാശയുടെ ദുഃഖത്തിലൂടെ ആയിരിക്കും കടന്നു പോകുന്നതെന്ന്. അങ്ങനെയുള്ളവരെ വാക്കുകൊണ്ട് താങ്ങേണ്ടത് ഏറെ ആവശ്യമാണെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. ഒരുപക്ഷെ ഡിസബിൾ ആയിട്ടുള്ള വ്യക്തി ജീവിതങ്ങൾ ഈ വീഡിയോയിലൂടെ എന്നെ കാണുന്നുണ്ടാവാം. പ്രിയമുള്ള ദൈവമക്കളെ, ഞാൻ നിങ്ങളോട് ഒരു കാര്യം പറയട്ടെ. നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു മിഷണറി ആണല്ലോ ആമി കാർമൈക്കൽ എന്ന് പറയുന്നത്. വിദേശിയായിരുന്ന ആമി ചെറുപ്രായത്തിലായിരുന്നപ്പോൾ അവർക്ക് തവിട്ട് നിറമുള്ള കണ്ണുകളായിരുന്നു. എന്നാൽ അവരുടെ കുടുംബാംഗങ്ങൾക്കും സുഹൃത്തുക്കൾക്കും ഒക്കെ ആ രാജ്യത്തുള്ളവരെ പോലെ നീല കണ്ണുകളായിരുന്നു. അവള് നീല കണ്ണുകൾ തനിക്കും ലഭിക്കേണ്ടതിന് ആ ചെറുപ്രായത്തിൽ വളരെ വിശ്വാസത്തോടെ ആ നിഷ്കളങ്ക ഹൃദയത്തോടെ ദൈവത്തോട് പ്രാർത്ഥിപ്പാൻ ഇടയായി തീർന്നു. എന്നാലും ദൈവം അത് അവൾക്ക് കൊടുത്തില്ല. അന്ന് അവൾക്ക് അതിന്റെ കാരണം അറിയത്തില്ലായിരുന്നു. എന്നാൽ പിന്നീട് അവൾ ഇന്ത്യയിൽ ഒരു മിഷണറിയായി വന്നപ്പോൾ ഇന്ത്യക്കാരുടെ ഇടയിൽ അവൾ ഒരാളെ പോലെ ജീവിക്കാൻ ആ തവിട്ട് നിറമുള്ള കണ്ണുകൾ സഹായമായി എന്ന് ഞാനൊരു ബുക്കിൽ വായിച്ചിട്ടുണ്ട്. എന്താ ഞാൻ പറഞ്ഞതിന്റെ സാരം? ദൈവം നമ്മെ ഇങ്ങനെ ആക്കുന്നതിന് പിന്നിൽ ദൈവത്തിന് ഉദ്ദേശമുണ്ട്. പ്രിയമുള്ള ദൈവമക്കളെ, അതിനാൽ നിങ്ങൾ കടന്നു പോകുന്നത് ഏതവസ്ഥയിലായിരുന്നാലും ദൈവമുഖത്തേക്ക് നോക്കി മുന്നോട്ട് പോകാൻ ദൈവം നിങ്ങൾക്ക് കൃപ നൽകുമാറാകട്ടെ. പിന്നെയും ദൈവത്തിന് വേണ്ടി ദൈവം ആഗ്രഹിക്കുന്ന പോലെ പ്രയോജനപ്പെടാൻ ഞാൻ ആഗ്രഹിക്കുന്നു. നമുക്ക് ഒന്നിച്ച് കർത്താവിന്റെ പേര് ചെയ്യാം. നമ്മുടെ കർത്താവിന്റെ വരവ് ഏറ്റവും അടുത്തിരിക്കുന്നുവല്ലോ. നൽകപ്പെട്ട അവസരത്തിൽ ഞാൻ ഒരിക്കൽ കൂടി പാസ്റ്ററോട് നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകളായി കേൾക്കുന്നു. ദൈവം അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ. കർത്താവിൻ്റെ വിലയേറിയ സാന്നിധ്യത്തിനായി ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. പ്രിയ സാജു മാത്യുവിൻ്റെ ജീവിതത്തിലെ ആ അനുഭവങ്ങൾ ബാല്യം മുതൽ ഇന്ന് വരെ ഇങ്ങോട്ടുള്ളതായ ദൈവീയ നടത്തിപ്പുകളെക്കുറിച്ച് പങ്കുവയ്ക്കുവാൻ ദൈവം കൃപ ചെയ്തത് ഓർത്ത് ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. പ്രിയ സജുവിൻ്റെ ജീവിതത്തിൽ കടന്നു പോയിട്ടുള്ളതായ തിക്ത അനുഭവങ്ങളും അപ്പോൾ തന്നെ ദൈവത്തിൻ്റെ പ്രത്യേകമായ ആ ഇടപെടലുകളും ജീവിതത്തിൽ പലപ്പോഴും അനുഭവിച്ചറിയുവാൻ, തിരിച്ചറിയുവാൻ, അത് അനേക പ്രിയപ്പെട്ടവരുമായി ഷെയർ ചെയ്യുവാനൊക്കെ ദൈവം സഹായിച്ചു കൊണ്ടിരിക്കുന്നു എന്നറിഞ്ഞതിൽ ഒത്തിരി സന്തോഷമുണ്ട്. പ്രിയ സജുവിനെ ദൈവം അനുഗ്രഹിക്കുമാറാകട്ടെ. മുന്നോട്ടുള്ളതായ കാര്യങ്ങളും ദൈവം ഭംഗിയായി എബേസിനെ മാനിച്ച് ആദരിച്ച ദൈവം, എബേസിൻ്റെ ദൈവം സാജു മാത്യുവിൻ്റെ ജീവിതത്തിലും സാജുവിൻ്റെ ദൈവമെന്ന് പറയുവാൻ തക്കവണ്ണം ദൈവം ഇത്രത്തോളം സഹായിച്ചു. ഇനിയും ദൈവം സഹായിക്കട്ടെ എന്ന് ആശംസിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. അതുപോലെ തന്നെ ഞങ്ങളെ കേട്ടുകൊണ്ടിരിക്കുന്ന മാന്യ പ്രേക്ഷകരിൽ പല പ്രിയപ്പെട്ടവരും ഈ ജീവിതാനുഭവം സാക്ഷ്യം കേൾക്കുമ്പോൾ നിങ്ങൾ കടന്നു പോകുന്ന പ്രതിസന്ധികളുടെ നടുവിൽ നിങ്ങളെ വ്യക്തിപരമായി അറിയുന്ന ഒരു ആളുണ്ടെങ്കിൽ അത് കർത്താവായ യേശുക്രിസ്തു മാത്രമാണ് എന്ന് നാം മനസ്സിലാക്കണം. പ്രിയ സഹോദരൻ സാജുവിൻ്റെ ജീവിതത്തിൽ മറ്റെല്ലാവരേക്കാളും
വൈദ്യശാസ്ത്രത്തെക്കാൾ ഉപരി കർത്താവിൻ്റെ സ്നേഹം അടുത്തറിയുവാൻ, അനുഭവിച്ചറിയുവാൻ പ്രിയ മകൻ്റെ ജീവിതത്തിൽ ദൈവം കൃപ കൊടുത്തു. ഞാൻ ശ്രദ്ധിക്കുകയായിരുന്നു, ഇത്രയൊക്കെ പരിമിതികളുണ്ടായിട്ടും അതിൻ്റെ നടുവിലും എന്തിന് ദൈവമേ എന്നൊരു ചോദ്യം ചോദിച്ചതായിട്ട് ഇതുവരെയും പറഞ്ഞ് ഞാൻ കേട്ടില്ല. എന്തിന്, എൻ്റെ ജീവിതത്തിൽ എന്തുകൊണ്ട് ഇങ്ങനെ എന്നും പ്രിയ മകനിൽ കൂടി ഞാൻ കേട്ടില്ല. പകരം ആ പരിമിതികളുടെ നടുവിലും ദൈവത്തിൻ്റെ അനുഗ്രഹങ്ങളെ, ദൈവം ചെയ്ത ഉപകാരങ്ങളെ നന്ദിയോടെ സ്മരിക്കുന്ന വാക്കുകളാണ് പ്രിയ സാജുവിലൂടെ കേൾക്കുവാൻ തക്കവണ്ണം കഴിഞ്ഞത്. തീർച്ചയായിട്ടും നമ്മുടെയൊക്കെ ജീവിതത്തിൽ നാം കടന്നു പോകുന്ന ഭാരങ്ങളും പ്രയാസങ്ങളും പ്രതിസന്ധികളും കഷ്ടപ്പാടുകളും ഒക്കെ നമ്മൾ പലപ്പോഴും അറിഞ്ഞോ അറിയാതെയോ ദൈവത്തോട് ചോദ്യങ്ങൾ ചോദിക്കാറുണ്ട്. ദൈവം കൂടെ ഉണ്ടെങ്കിൽ, ദൈവം ഉണ്ടെങ്കിൽ പിന്നെ എന്തുകൊണ്ട് ഇങ്ങനെയൊക്കെ എന്നൊക്കെ ചിലപ്പോൾ ചോദിക്കാറുണ്ട്. എന്നാൽ പ്രിയ പ്രേക്ഷകരോട് ഞങ്ങൾക്ക് പറയാനുള്ളത്, തീർച്ചയായിട്ടും ദൈവം അറിയാതെയല്ല നമ്മൾ ഈ ഭൂമിയിൽ ജനിക്കുന്നതും നമുക്ക് പരിമിതികളുള്ളതും ജീവിതത്തിലെ ബുദ്ധിമുട്ടുകളും കഷ്ടപ്പാടുകളും ഒക്കെ കടന്നു വരുന്നത്. പിന്നെയോ നമ്മൾ തിരിച്ചറിയണം, അതിൻ്റെ പിന്നിൽ ദൈവത്തിന് ചില ഉദ്ദേശമുണ്ട്. ദൈവത്തിൻ്റെ ഉദ്ദേശം എന്താണോ അതിലേക്ക് വരുവാൻ തക്കവണ്ണം ദൈവമേ എന്നെ ഉപയോഗിക്കണമേ. തീർച്ചയായിട്ടും നമ്മുടെ ബുദ്ധിമുട്ടുകളിലും നമുക്കതിനെ അഭിമുഖീകരിക്കുവാൻ, അതിനെ അതിജീവിക്കുവാൻ ആവശ്യമായിരിക്കുന്ന ഒരു പ്രത്യേക കൃപ നമുക്ക് ദൈവം തന്നിട്ടുണ്ട്. അതുകൊണ്ടാണ് പൗലോസ് പ്രാർത്ഥിച്ചിട്ടും പൗലോസിൻ്റെ പ്രാർത്ഥനയ്ക്ക് മറുപടി എന്ന വണ്ണം ദൈവം പറയുന്നത്, കർത്താവായ യേശുക്രിസ്തു പറയുന്നു, എൻ്റെ കൃപ നിനക്ക് മതി എന്ന് പറഞ്ഞ് ധൈര്യപ്പെടുത്തുക. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കതിനെ അതിജീവിക്കാനുള്ള ആ ഒരു കഴിവെന്ന് പറയുന്നത് ദൈവത്തിൻ്റെ കൃപയാണ്. ദൈവത്തിൻ്റെ കൃപ നമുക്കുണ്ട്. ആ ദൈവത്തിൻ്റെ കൃപയെ നമ്മൾ തിരിച്ചറിഞ്ഞാൽ തീർച്ചയായിട്ടും നമ്മുടെ സാഹചര്യങ്ങളിൽ നമുക്കതിനെ അതിജീവിച്ച് മുന്നോട്ട് ജീവിക്കുവാൻ നമുക്ക് സഹായകരമായിരിക്കും. അത് മറ്റുള്ളവർക്ക് പ്രചോദനം പകരുവാൻ ഇടയായിത്തീരും. നമ്മൾ ഏത് വിധത്തിലാണോ ഈ ഭൂമിയിൽ അയക്കപ്പെട്ടത് അത് ദൈവത്തിൻ്റെ പദ്ധതിയാണ്. ഒരു വ്യക്തി കൈകാലുകൾക്ക് സ്വാധീനമുള്ളവനായിട്ടോ സ്വാധീനമില്ലാത്തവനോ ആയിട്ടാണ് ഈ ഭൂമിയിൽ ഒരുപക്ഷെങ്കിൽ ജനിക്കുന്നതെങ്കിൽ പോലും അത് ആ വ്യക്തിക്ക് ബാഹ്യമായി പുറമേ നോക്കുമ്പോൾ മാത്രമേ ആ ഒരു പരിമിതികൾ ഉള്ളൂ. എന്നാൽ ആ വ്യക്തിയുടെ ഉള്ളിൽ യാതൊരു പരിമിതിയുമില്ലാതെ എല്ലാ മനുഷ്യരിലും ദൈവം പകർന്നിരിക്കുന്നത് ദൈവത്തിൻ്റെ ആത്മാവാണ്, ദൈവത്തിൻ്റെ ജീവനാണ്. അതിന് യാതൊരു ബലഹീനതയോ വൈകല്യങ്ങളോ ഇല്ല. അതാണ് നിത്യതയിലേക്ക് പോകുവാൻ നമുക്ക് ആവശ്യമായിരിക്കുന്ന പ്രത്യേക ഘടകം. ശരീരത്തിൻ്റെ വൈകല്യങ്ങൾ ഒരിക്കലും അതൊരു തടസ്സമല്ല എന്ന് നമ്മൾ തിരിച്ചറിഞ്ഞാൽ തീർച്ചയായിട്ടും നമ്മുടെ ജീവിതം സന്തോഷകരമായിട്ട് നമുക്ക് നയിക്കുവാൻ കഴിയും എന്നുള്ള കാര്യത്തിന് യാതൊരു സംശയവുമില്ല. അതുകൊണ്ട് ഞങ്ങളെ കേൾക്കുന്ന മാന്യ ശ്രോതാവേ, നിങ്ങൾ അഭിമുഖീകരിക്കാൻ, നിങ്ങൾ കടന്നു പോകുന്ന വിഷയങ്ങൾ എന്തു തന്നെയായിരുന്നാലും സർവശക്തനായ ദൈവത്തിന് അത് മഹത്വകരമായി തീരേണ്ടതിന് ദൈവം നിങ്ങളെ സഹായിക്കട്ടെ എന്ന് ഞങ്ങൾ ആഗ്രഹിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. ഒരു നിമിഷം ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. കണ്ണുകളെ അടയ്ക്കാം, ഹൃദയങ്ങളെ ഏകാഗ്രമാക്കാം. നാം ഒരുമിച്ച സ്തോത്രത്തോടെ പ്രാർത്ഥനയോടെ ആയിരിക്കുമ്പോൾ പ്രിയ സാജു മാത്യു അരോമ ടിവിയുടെ പ്രേക്ഷകർക്ക് വേണ്ടി ചുരുക്കം വാചകങ്ങൾ ഒരു നിമിഷം പ്രാർത്ഥനയിൽ സഹായിക്കും. പ്രാർത്ഥിക്കും. മഹാപരിശുദ്ധനും നിത്യനും നീതിമാനുമായ സ്വർഗ്ഗസ്ഥനായ പിതാവേ, അബ്ബാ പിതാവെ എന്ന് വിളിച്ചുകൊണ്ട് അങ്ങയുടെ സന്നിധിയിലേക്ക് കടന്നു വരുവാൻ അങ്ങ് നൽകിയ പുത്രത്തിന്റെ ആത്മാവിനായി സ്തോത്രം ചെയ്യുന്നു. അങ്ങ് നൽകിയ അനുഭവം, അങ്ങ് ഇതുവരെയും നടത്തിയ ആ വഴികൾ പ്രിയ പ്രേക്ഷകരുമായി പങ്കിടുവാൻ ദൈവം നൽകിയ നല്ല അവസരത്തിനായി സ്തോത്രം ചെയ്യുന്നു. പ്രിയ ദൈവദാസനെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. അങ്ങ് ബ്ലെസ് ചെയ്യണമേ, ശുശ്രൂഷകളെ ഒക്കെയും അനുഗ്രഹിക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഈ ചാനൽ അനേകർക്കൊരു അനുഗ്രഹവും വിടുതലുമായി മാറേണ്ടതിന് യേശുവിന്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു. ദൈവമേ, ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന ദൈവമക്കളെ ഓർത്തധികം പ്രാർത്ഥിക്കുന്നു. അവർക്കും ഈ സാക്ഷ്യം ഒത്തിരി അനുഗ്രഹവും വിടുതലും ആവേണ്ടതിന് പ്രാർത്ഥിക്കുന്നു. ഈ സാക്ഷ്യം അനേകരെ ദൈവത്തോട് ചേർക്കുമാറാക്കേണ്ടതിന് പ്രാർത്ഥിക്കുന്നു. ദൈവത്തോട് പറ്റിയിരിക്കാൻ ആവശ്യമായ ദൈവകൃപയാൽ ഓരോ ദൈവമക്കളെയും ദൈവം നിറയ്ക്കുമാറാക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. നിത്യതയ്ക്കായി ദൈവം എല്ലാവരെയും ഒരുക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. അങ്ങയുടെ വരവിൽ ആരും നഷ്ടപ്പെട്ടു പോകാതെ ഇരിപ്പാൻ ദൈവം ഓരോരുത്തരുടെ മേലും കൃപ പകരുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. പുത്രനെ മഹത്വപ്പെടുത്തണമേ, യേശു ക്രിസ്തുവിൻ നാമത്തിൽ. ആമേൻ. ആമേൻ, 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 ആമേൻ. വളരെ നന്ദി പ്രിയ സാജു മാത്യു. ഇത്രത്തോളം സമയം അരോമ ടിവിയുടെ പ്രേക്ഷകരോടൊപ്പം ജീവിതത്തിലെ അനുഭവങ്ങൾ സാക്ഷി പങ്കുവയ്ക്കുവാൻ സമയം വേർതിരിച്ചതിന് ആമേനെ വളരെ നന്ദി അറിയിക്കുന്നു. പ്രിയ സാജുവിനെ കർത്താവ് ധാരാളമായി അനുഗ്രഹിക്കട്ടെ എന്ന് ആശംസിക്കുന്നു, പ്രാർത്ഥിക്കുന്നു.
അതുപോലെ തന്നെ ഞങ്ങളെ കേട്ടുകൊണ്ടിരുന്ന മാന്യ പ്രേക്ഷകരുള്ളതായ നന്ദി സ്നേഹം അറിയിക്കുന്നു. നിങ്ങൾക്ക് ഈ സാക്ഷ്യം അനുഗ്രഹമായി തീർന്നുവെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക്, സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്ത് കൊടുക്കൂ. അവരും കേൾക്കട്ടെ, അനുഗ്രഹിക്കപ്പെട്ട അതിലൂടെ ദൈവനാമ മഹിമപ്പെടുവാനിടയായി തീരും. മാത്രമല്ല, നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ബോക്സിൽ നിങ്ങൾക്ക് രേഖപ്പെടുത്താവുന്നതാണ്. നിങ്ങൾക്കൊരു പ്രാർത്ഥനാ വിഷയമുണ്ടെങ്കിൽ സ്ക്രീനിൽ കാണുന്ന വാട്സാപ്പ് നമ്പറിൽ ഞങ്ങളെ അറിയിക്കൂ. ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. അടുത്ത അനുഗ്രഹിക്കപ്പെട്ട ഒരു സാക്ഷ്യവുമായി വീണ്ടും കാണുമ്പോഴേയും എല്ലാ പ്രിയപ്പെട്ടവർക്കും ഗുഡ് ബൈ. ഗോഡ് ബ്ലസ് യു ഓൾ. ആമേൻ. ഓർമ്മയുടെ മനോരഥത്തിൽ മായാത്ത ഓർമ്മയ്ക്കായി അരോമ മാട്രിമോണിയിൽ നിന്നും ജീവിത പങ്കാളിയെ കണ്ടെത്തൂ. നിങ്ങൾ ഒരു ക്രിസ്തീയ ജീവിത പങ്കാളിയെ അന്വേഷിക്കുകയാണോ? അതോ മക്കൾക്ക് അനുയോജ്യമായ ഒരു തക്ക തുണയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന വ്യക്തിയാണോ? എങ്കിൽ അരോമ മാട്രിമോണി നിങ്ങൾക്ക് വേണ്ടിയാണ്. ഇന്നു തന്നെ സൗജന്യമായി രജിസ്റ്റർ ചെയ്യൂ. അരോമ മാട്രിമോണിയുടെ പ്രത്യേകതകൾ: രജിസ്ട്രേഷൻ തികച്ചും സൗജന്യം. ലോകത്തെവിടെയുമുള്ള അനുയോജ്യമായ ക്രിസ്തീയ ജീവിത പങ്കാളിയെ തിരഞ്ഞെടുക്കാം. വിവാഹം നടക്കുന്നതുവരെ സർവീസ് ലഭിക്കുന്നു. ഏറ്റവും ചെറിയ പാക്കേജുകളും തിരഞ്ഞെടുക്കാം. അരോമ മാട്രിമോണി നിങ്ങൾക്കായി ഒരുക്കുന്നു വിവാഹം പരമാനന്ദം. ഇമെയിൽ aroma matrimony2020@gmail.com